എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് അബൌട്ട് സൈറ്റോമെഗാലോ വൈറസ്. സൈറ്റോമെഗാലോ വൈറസിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് സലൈവറി ഗ്ലാൻഡ് വൈറസ് എന്ന്. സോ സലൈവറി ഗ്ലാൻഡ് വൈറസ് എന്നറിയപ്പെടുന്നത് സൈറ്റോമെഗാലോ വൈറസ് ആണ്. ഹെർപ്സ് വൈറസ് ഫാമിലിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത് സൈറ്റോമെഗാലോ വൈറസ് ആണ്. സോ ചിലപ്പോൾ നമുക്ക് MCQ ആയിട്ടൊക്കെ ചോദിച്ചേക്കാം, ദ ലാർജസ്റ്റ് വൈറസ് ഇൻ ദ ഹെർപ്സ് വൈറസ് ഫാമിലി എന്ന് പറയുമ്പോൾ അത് സൈറ്റോമെഗാലോ വൈറസ് ആണെന്ന് നമ്മൾ ഓർക്കണം. അതിന്റെ സൈസ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. 150 to 200 നാനോമീറ്റർ ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ വന്ന ഒരു പേഷ്യന്റിന് എപ്പോഴും ഒരു നമ്മൾ എന്താ പറയാ IMന്റെ പോലുള്ള സിംറ്റംസ് ആയിരിക്കും, അതായത് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിന്റെ പോലുള്ള സിംറ്റംസ് ആയിരിക്കും എപ്പോഴും കാണുന്നുണ്ടാവുക. പിന്നെ ഈ പേഷ്യൻസിന് ഇത്തരത്തിൽ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഓർഗൻ എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് ഹെപ്പാറ്റോമെഗലിയാണ്. അതായത് ലിവർ എൻലാർജ്മെന്റ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഇവരിൽ കാണപ്പെടുന്നത്. പിന്നെ ഇവർക്ക് സ്പ്ലനോമെഗലി കാണുന്നുണ്ട്, പിന്നെ ലിംഫാഡിനോപ്പതി ഒക്കെ കാണുന്നുണ്ട്. എന്നാലും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഓർഗൻ എൻലാർജ്മെന്റ് സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷനിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഹെപ്പാറ്റോമെഗലി ആണ്. നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദി കോംപ്ലിക്കേഷൻസ് ഓഫ് ദി സൈറ്റോമെഗാലോ വൈറസ്. സൈറ്റോമെഗാലോ വൈറസിന്റെ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഗില്ലൻ ബാരി സിൻഡ്രോം. ഗില്ലൻ ബാരി സിൻഡ്രോം നമ്മൾ ഈ ടോപ്പിക്കിൽ ആയിട്ട് റിലേറ്റ് ചെയ്തല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ നെർവ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത്. അത് മസിൽസിനെയൊക്കെ അഫക്ട് ചെയ്ത് മസിൽ പെയിൻ, മസിൽ വീക്ക്നെസ്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഒക്കെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു കണ്ടീഷനാണ്. അതിന്റെ ഗില്ലൻ ബാരി സിൻഡ്രോം എന്താ, അതായത് GBS എന്ന് പറയും. അത് എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ദ നെർവ്. സോ അത് ഈ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ, അതുപോലെ തന്നെ ത്രോംബോസൈറ്റോപീനിയ, അതായത് ഈ വൈറസ് ഇൻഫെക്ഷൻ ബാധിച്ച ആൾക്കാരിൽ പ്ലാറ്റ്ലേറ്റ് കൗണ്ട് ഒക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ഒക്കെ ഇവരിൽ കാണുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് നമ്മൾ അറിയേണ്ട പോയിന്റ്സ് ഇത്രയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സലൈവറി ഗ്ലാൻഡ് വൈറസ്. It is the largest virus in the Herpes virus family and size just ഒന്ന് പറയാം 150 to 200 നാനോമീറ്റർ ആണ് അതിന്റെ സൈസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വന്നിട്ട് ഡെവലപ്സ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് പോലുള്ള സിൻഡ്രോം, അതുപോലത്തെ സിംറ്റംസ് ആണ്. മോസ്റ്റ് കോമൺ എൻലാർജ്മെന്റ് ഇതിൽ കാണുന്നത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെപ്പാറ്റോമെഗലി ആണ്. കൂടാതെ സ്പ്ലനോമെഗലി കാണുന്നുണ്ട് ആൻഡ് ലിംഫ് നോഡ് എൻലാർജ്മെന്റും കാണുന്നുണ്ട്. പിന്നെ കോംപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഗില്ലൻ ബാരി സിൻഡ്രോം പറഞ്ഞു, ഓട്ടോ ഇമ്മ്യൂൺ ഹീമലൈറ്റിക് അനീമിയ പറഞ്ഞു, പിന്നെ ത്രോംബോസൈറ്റോപീനിയ. ഇത്രയുമാണ് സൈറ്റോമെഗാലോ വൈറസിലെ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ വന്നത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിലാണ് വരുന്നതെങ്കിൽ അവരിൽ കാണുന്ന മേജർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഹെപ്പറ്റൈറ്റിസ്, ഈസോഫേജൈറ്റിസ്, കൊളൈറ്റിസ്, നിമോണൈറ്റിസ്, റെറ്റിനൈറ്റിസ്, എൻസിഫാലിറ്റിസ്, പോളി റേഡിക്കുലോയിറ്റിസ്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ, അതായത് മിക്കവാറും എല്ലാ ഓർഗൻസിനും ഈ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ വരുന്ന ഒരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞ വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ മിക്കവാറും എല്ലാ ഓർഗൻസിനും ഇൻഫ്ലമേഷൻ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ ഇൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ് സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ കോസസ് ഹെപ്പറ്റൈറ്റിസ്, ഈസോഫേജൈറ്റിസ്, കൊളൈറ്റിസ്, നിമോണൈറ്റിസ്, റെറ്റിനൈറ്റിസ്, എൻസിഫാലിറ്റിസ് ആൻഡ് പോളി റേഡിക്കുലൈറ്റിസ് ഇതെല്ലാം കാണുന്നുണ്ട്. ദെൻ ഈ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് മെയിൻലി ത്രൂ സലൈവറി ഓർ അതർ സെക്രീഷൻസിലൂടെയാണ് എപ്പോഴും ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. സലൈവയിലൂടെ ആവാം, അല്ലെങ്കിൽ മറ്റേതൊരു സെക്രീഷൻസിലൂടെയും ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സലൈവറി അല്ലെങ്കിൽ നമ്മുടെ സെക്രീഷൻസിലൂടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കാണുന്നത് സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെയാണ്. ഒരു ഏർലി ഇൻഫൻസി, അതായത് കുട്ടികളിൽ ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ
ഏർലി ഇൻഫൻസിയിലുള്ള കുട്ടികളിലാണ് ഇത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ട് എപ്പോഴും കാണപ്പെടാറുള്ളത്. സോ ഇറ്റ് ഈസ് ഹൈലി ഇൻഫെക്ഷ്യസ് ഇൻ ഏർലി ഇൻഫൻസി. ഓക്കെ, അപ്പം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ സലൈവ ഓർ അതർ സെക്രീഷൻസ്. ജനറലി നമുക്ക് സെക്രീഷൻസ് എല്ലാം ഇതിന്റെ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് പറയാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സെക്ഷുവൽ കോണ്ടാക്ട് ആണ് ഇതിന്റെ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. ലാബ് ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് മെത്തേഡ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതില് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഔൾസ് ഐ എന്ന് പറയുന്നത്. അതായത് ഈ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റിന്റെ യൂറിനോ സലൈവയോ നമ്മളെടുത്ത് എന്താ പറയാ മൈക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കുമ്പോൾ അത് സെൻട്രിഫ്യൂജൽ ഡിപ്പോസിറ്റ്സിൽ കാണുന്ന ഇൻക്ലൂഷൻ ബോഡീസിനെ പറയുന്ന പേരാണ് ഔൾസ് ഐ എന്ന് പറയുന്നത്. അതായത് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, ഇത് നമ്മൾ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ ബാധിച്ച ഒരു സെല്ലാണ്. ഈ സെല്ലില് നമുക്ക് കാണാൻ കഴിയും, ഇവിടെ കണ്ടോ, ഇത് ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷനിൽ വരുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. ഇറ്റ് അപ്പിയർ ലൈക്ക് എന്താ പറയാ ഔൾസ് ഐ പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഔൾസ് ഐ എന്താന്നുള്ളത്. ദേ ആർ ദി ഇൻക്ലൂഷൻ ബോഡി സീൻ ഇൻ സെൻട്രിഫ്യൂജ്ഡ് ഡിപ്പോസിറ്റ്സ് ഓഫ് യൂറിൻ ഓർ സലൈവ ഓഫ് സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിലാണ് ഇത് കാണുന്നത്, അവരുടെ സെൽസിലാണ് ഇത് കാണുന്നത്. പിന്നെ ഇതിന് വാക്സിൻസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എക്സ്പെരിമെന്റലി ഇതിന് വേണ്ടി പോസിബിൾ ആക്കിയിട്ടുള്ള ഒരു വാക്സിൻ ആണ് ടൗണി 125 ആൻഡ് AD169 സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് എക്സ്പെരിമെന്റ് മാത്രമേ ചെയ്ത് നോക്കിയിട്ടുള്ള വാക്സിൻ ആണ്. ബട്ട് ഒറിജിനലി വാക്സിനേഷൻസ്, നല്ല വാക്സിൻസ് ഒന്നും ഇതുവരെയും സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻസ് ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ നിലവിലുള്ള വാക്സിൻസ് നമ്മൾ കൊടുത്താലും അതിന് ഈ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള എബിലിറ്റി കൂടുതലാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്തരത്തിൽ നല്ല കപ്പാസിറ്റി ഉള്ള വാക്സിൻസ് ഒന്നും തന്നെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ ആയിട്ട് എക്സ്പെരിമെന്റലി മാത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വാക്സിൻ ആണ് ടൗണി 125 ആൻഡ് AD169 സ്ട്രെയിൻ എന്ന് പറയുന്ന വാക്സിൻ. സോ ഇത്രയാണ് നമുക്ക് സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട പോയിന്റ്. സോ ഒന്നും കൂടി പറയാം, ഇറ്റ് ഈസ് നോൺ ആസ് സലൈവറി ഗ്ലാൻഡ് വൈറസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വൈറസ് ഇൻ ദ ഹെർപ്സ് വൈറസ് ഫാമിലി. ഹെർപ്സ് വൈറസ് ഫാമിലിയിൽ നമുക്ക് 8 ടൈപ്പ് ഹെർപ്സ് വൈറസസ് ആണുള്ളത്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആണ് സൈറ്റോമെഗാലോ വൈറസ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ IM പോലത്തെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. മോസ്റ്റ് കോമൺ ഓർഗൻ എൻലാർജ്മെന്റ് ഇതിൽ കാണുന്നത് ഹെപ്പാറ്റോമെഗലി ആണ്. പിന്നെ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, ഗില്ലൻ ബാരി സിൻഡ്രോം, ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ, ത്രോംബോസൈറ്റോപീനിയ, ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് ഇറ്റ് ഈസ് ഹൈലി ഇൻഫെക്ഷ്യസ് ഇൻ ഏർലി ഇൻഫൻസി. ഏർലി ഇൻഫൻസിയിലാണ് ഇത് ഹൈലി ഇൻഫെക്ഷ്യസ് ആവുന്നത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറഞ്ഞു ത്രൂ സെക്രീഷൻസ്, ദാറ്റ് ഈസ് സലൈവ ഓർ എനി അതർ സെക്രീഷൻസിലൂടെയും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാം. സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യാം. ആൻഡ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസിൽ കാണുന്ന കോംപ്ലിക്കേഷൻസും നമ്മൾ പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ്, ഈസോഫേജൈറ്റിസ്, കൊളൈറ്റിസ്, നിമോണൈറ്റിസ്, റെറ്റിനൈറ്റിസ്, എൻസിഫാലിറ്റീസ്, പോളിറേഡിക്കുലൈറ്റിസ്, ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ ഓർഗൻസിനും എൻലാർജ്മെന്റ് സംഭവിക്കുന്നു ഈ ഒരു ഇൻഫെക്ഷൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഔൾസ് ഐ, അതായത് ദേ ആർ ദി ഇൻക്ലൂഷൻ ബോഡീസ് സീൻ ഇൻ സെൻട്രിഫ്യൂജ്ഡ് ഡിപ്പോസിറ്റ്സ് ഓഫ് യൂറിൻ ഓർ സലൈവ ഓർ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ. എക്സ്പെരിമെന്റലി മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ അഗെയിൻസ്റ്റ് ദി സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ ഈസ് ടൗണി 125 ആൻഡ് AD169 സ്ട്രെയിൻ. പിന്നെ ഈ ഫിഗർ ആണ് ഔൾസ് ഐ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹ്യൂമൻ ഹെർപ്സ് വൈറസസ് ഞാൻ പറഞ്ഞു 8 ടൈപ്പ് ആണുള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4, 5, 6, 7 ആൻഡ് 8. ഓക്കെ, അതിൽ ഫസ്റ്റും സെക്കൻഡും എന്ന് പറയുന്നത് ഹെർപ് സിംപ്ലക്സ് വൈറസിന്റെ തന്നെ ടൈപ്പ് 1ഉം ടൈപ്പ് 2 ആണ്. ടൈപ്പ് 3 ആണ് വാരിസെല്ല സോസ്റ്റർ വൈറസ്, അതായത് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്ന നമ്മുടെ വാരിസെല്ല സോസ്റ്റർ വൈറസ് വന്നിട്ട് ഹെർപ്സ് ഫാമിലിയിൽ തന്നെ ടൈപ്പ് 3 ആണ്. ടൈപ്പ് 4 എന്ന് പറയുന്നത് എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ്. ടൈപ്പ് 5 ആണ് ഈ സൈറ്റോമെഗാലോ വൈറസ് ആണ്, നമ്മളിപ്പോൾ പഠിച്ച സൈറ്റോമെഗാലോ വൈറസ് എന്ന് പറയുന്നത് ഹെർപ്സ് വൈറസിലെ ടൈപ്പ് 5 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് virus in the herpes virus family. Then human herpes virus type 6 എന്ന് പറയുന്നത് ഹ്യൂമൻ ബി സെൽ ലിംഫോട്രോപിക് വൈറസ് ആണ്. ടൈപ്പ് 7 എന്ന് പറയുന്നത് RK വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. ടൈപ്പ് 8ന് ഇതുവരെ അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു നെയിം ഒന്നും
കണ്ടുപിടിച്ചിട്ടില്ല. സോ ഇത്രയാണ് ഹെപ്സ് വൈറസ് ഫാമിലിയിൽ മെയിൻലി നമുക്ക് 8 ടൈപ്പ് ആണ് ഉള്ളത്. ടൈപ്പ് 1, 2, 3 അങ്ങനെ 8 വരെ 8 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹെപ് സിംപ്ലക്സ് വൈറസ് ആണ്. അതിന്റെ തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 ആണ്. ടൈപ്പ് 3 വന്നിട്ട് വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. ടൈപ്പ് 4 ഈസ് എപ്സ്റ്റീൻ ബാർ വൈറസ് ആൻഡ് ടൈപ്പ് 5 സൈറ്റോമെഗാലോ വൈറസ്. ടൈപ്പ് 6 ഹ്യൂമൻ ബി-സെൽ ലിംഫോട്രോപിക് വൈറസ്. ടൈപ്പ് 7 ഈസ് ആർകെ വൈറസ് എന്നറിയപ്പെടും. ടൈപ്പ് 8 ഇതുവരെയായിട്ടും അതിനൊരു കോമൺ നെയിം നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല. Then next is viral infections of the skin. നമ്മൾ സ്കിന്നിൽ കാണപ്പെടുന്ന വൈറൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ ഹെപ് സിംപ്ലക്സ് വൈറസ്, അതായത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2, അതാണ് ഹെപ്സ് വൈറസിന്റെ തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 ആണ് ഹെപ് സിംപ്ലക്സ് വൈറസ് എന്ന് പറയുന്നത്. സോ ആ വൈറസ് ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഹെപ് സിംപ്ലക്സ് വൈറസ് 1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് അഫക്ട്സ് ദ മ്യൂക്കോക്യൂട്ടേനിയസ് സർഫസസ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക്. നമ്മുടെ ഹെഡ് ആൻഡ് നെക്കിന്റെ മ്യൂക്കോക്യൂട്ടേനിയസ് സർഫസസിനെയാണ് എപ്പോഴും ഹെപ് സിംപ്ലക്സ് വൈറസ് ടൈപ്പ് 1 അഫക്ട് ചെയ്യുന്നത്. ഹെപ് സിംപ്ലക്സ് വൈറസ് ടൈപ്പ് 2 വന്നിട്ട് ജനൈറ്റൽ മ്യൂക്കസൈനെയാണ് അഫക്ട് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് കോസസ് ജനൈറ്റൽ ഹെർബ്സ്. ഓക്കെ, അതായത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം ടൈപ്പ് 1 2 എന്ന് പറഞ്ഞാൽ എബോവ് വേസ്റ്റ് ആൻഡ് ബിലോ വേസ്റ്റ് എന്നാ പറയുന്നത്. അപ്പം എബോവ് വേസ്റ്റ് ആണെങ്കിൽ അത് അതിന്റെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഈ HSV 1. ബിലോ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അരക്കെട്ടിന് താഴോട്ടുണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ആണ് നമ്മുടെ 2 ഉണ്ടാക്കുന്നത്. ജനൈറ്റൽ ഹെർബ്സ് എന്നാണ് നമ്മൾ, ജനൈറ്റൽ മ്യൂക്കസൈലാണ് അതിന്റെ ഇൻഫെക്ഷൻ കോമൺലി കാണുന്നത്. ജനൈറ്റൽ ഹെർബ്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഹെപ് സിംപ്ലക്സ് ഇൻഫെക്ഷനിലേക്ക് വരുമ്പോൾ മോസ്റ്റ് കോമൺ, അതായത് ഹ്യൂമൻസിൽ കാണുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഈ ഹെപ് സിംപ്ലക്സ് ഇൻഫെക്ഷൻ ആണ്. ഇതിന്റെ പ്രൈമറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് 2 വയസ്സിനും 5 വയസ്സിനും ഇടയിലാണ് കാണപ്പെടാറുള്ളത്. ഇതിന്റെ ഒൺലി നാച്ചുറൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് മാത്രമാണ്. മറ്റേതൊരു മാർഗത്തിലൂടെയും ഇത് സ്പ്രെഡ് ആകത്തില്ല. ഹ്യൂമൻസ് ആർ ദ ഒൺലി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് തന്നെയാണ്. പിന്നെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ വന്നിട്ട് ഹ്യൂമൻസിന്റെ സലൈവയും ആണ്. സോ ഹെപ് സിംപ്ലക്സ് ഇൻഫെക്ഷൻ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ വൈറൽ ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻ. ഇപ്പം നമുക്ക് ഒരു MCQ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ മോസ്റ്റ് കോമൺ വൈറൽ ഇൻഫെക്ഷൻസ് ഇൻ ഹ്യൂമൻ ഏതാണെന്ന് ചോദിച്ചാൽ, വൈറൽ ഇൻഫെക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഹെപ് സിംപ്ലക്സ് ഇൻഫെക്ഷൻ. പിന്നെ ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, അതായത് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നത് മെയിൻലി ത്രൂ ദ സലൈവ ആൻഡ് ഹ്യൂമൻസ് ആർ ദ ഓൺലി നാച്ചുറൽ ഹോസ്റ്റ് ആൻഡ് ഇതിന്റെ ഒരു പ്രൈമറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 to 5 years ആണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം സ്കിന്നിൽ വരുന്ന ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, മ്യൂക്കസൽ ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, ഒപ്താൽമിക്, നെർവസ് സിസ്റ്റം, മറ്റ് ഓർഗൻസിനെയും ജനൈറ്റൽ ആയിട്ടൊക്കെ എല്ലാ രീതിയിലും ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്യൂട്ടേനിയസ് ആയിട്ടുള്ള, അതായത് സ്കിന്നിന് വരുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. സ്കിന്നിൽ ഹെപ് സിംപ്ലക്സിന്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്കിന്നിൽ അത് അഫക്ട് ചെയ്യുന്ന മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് മുഖത്താണ്, അതായത് ഫേസിലാണ്. ഫേസിൽ തന്നെ ചിലപ്പോൾ ചീക്സ് ആവാം, ചിന്നാവാം, അല്ലെങ്കിൽ മൗത്തിന് ചുറ്റുമാവാം, അല്ലെങ്കിൽ ഫോർഹെഡ് ആവാം. ഇവിടെയൊക്കെയാണ് ഫേസിൽ. അപ്പം മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഹെപ് സിംപ്ലക്സ് ഇൻഫെക്ഷന്റെ മോസ്റ്റ് കോമൺ സൈറ്റ് ഫേസ് ആണ്. ഫേസിൽ ഈ താഴെ പറഞ്ഞേക്കുന്ന എവിടെ വേണമെങ്കിലും, ചീക്സ് ആകാം, ചിന്നാകാം, എറൗണ്ട് ദ മൗത്ത്, ഫോർഹെഡ്, ഇങ്ങനെ എവിടെ വേണമെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ലീഷൻസ് ഇപ്പൊ കുട്ടികളിൽ, ഇൻഫൻസിൽ, നവജാത ശിശുക്കളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈപ്പർ റാഷ് പോലെയാണ് തോന്നത്തുള്ളൂ. അപ്പൊ നമുക്ക് എപ്പോഴും കുട്ടികളിൽ വരുമ്പോൾ ഇത് തിരിച്ചറിയാൻ കുറച്ച് പാടുപെടും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ ആണ് എന്നുള്ളത്, ഡൈപ്പർ റേഷ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമ്പോഴായിരിക്കും നമ്മൾ അതിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കാണുമ്പോൾ ഡൈപ്പർ റേഷ് പോലെയാണ് തോന്നുന്നത്. ഇതിന്റെ ഒരു ടിപ്പിക്കൽ ലീഷൻസ് വന്നിട്ട് ഇപ്പം ഹെപ് സിംപ്ലക്സിന്റെ ഇപ്പം മൗത്തിന് ചുറ്റുമൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീവർ ബ്ലിസ്റ്റേഴ്സ് പോലെ, അതിനെയാണ് നമ്മൾ ഹെപ് ഫെബ്രിലിസ് എന്ന് പറയും. അതായത് ഫീവർ ബ്ലിസ്റ്റേഴ്സ് ആയിട്ടാണ്, ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് ഇപ്പം മൗത്തിന് ചുറ്റുമൊക്കെ ഇങ്ങനെ ബ്ലിസ്റ്റേഴ്സ് ആയിട്ട്, മുഖത്തൊക്കെ ബ്ലിസ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അത് ടിപ്പിക്കൽ ലീഷൻ. ഈ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ ക്യൂട്ടേനിയസ് ആയിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു ടിപ്പിക്കൽ ലീഷൻ എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ആസ് ഫീവർ ബ്ലിസ്റ്റേഴ്സ്. ഓക്കെ, ഈ ഹെർബ്സ് ഇൻഫെക്ഷൻ ചിലപ്പോൾ ഈ എക്സിമ ഉള്ള കുട്ടികളിൽ വരും.
അങ്ങനെ എക്സിമ ഉള്ള കുട്ടികളിൽ ഹെർപ്സ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അറ്റ് ദാറ്റ് ടൈം ഈ ഒരു ഇൻഫെക്ഷനെ വിളിക്കുന്ന പേരാണ് എക്സിമ ഹെർപ്പറ്റിക്കം എന്ന്. സോ വാട്ട് ഈസ് എക്സിമ ഹെർപ്പറ്റിക്കം? ഇറ്റ് ഈസ് ദ ഹെർപ്സ് ഇൻഫെക്ഷൻ. ഹെർപ്സിന്റെ ഈ ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ ഓൾറെഡി എക്സിമ ഉള്ള കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ ആ ടൈമാണ് നമ്മൾ ഈ ഇൻഫെക്ഷനെ എക്സിമ ഹെർപ്പറ്റിക്കം എന്ന് പറയുന്നത്. ഈ ഹെർപ്സ് സിംപ്ലക്സിന്റെ ഈ ഒരു പറഞ്ഞല്ലോ ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത് ക്രോപ്സ് ഓഫ് വെസിക്കിൾസ് ആയിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ ലേറ്റർ ഈ വെസിക്കിൾസ് അൾസറേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ ദർ വിൽ ബി ക്രോപ്സ് ഓഫ് വെസിക്കിൾസ് വിത്ത് അൾസറേഷൻ. സോ ഇതാണ് ക്യൂട്ടേനിയസ് ആയിട്ട് സൈറ്റോമെഗാലോ അല്ല ഹെർപ്സ് സിംപ്ലക്സ് വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ക്യൂട്ടേനിയസ് ആയിട്ട് കാണുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇത്രയുമാണ്. മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്ന ഫേസിൽ എവിടെ വേണമെങ്കിലും ആവാം. ലീഷൻസ് എന്ന് പറയുന്നത് മേ അപ്പിയർ ഇൻ ഇൻഫന്റ് ആർ ഡൈപ്പേഴ്സ് റാഷ്. ടിപ്പിക്കൽ ലീഷൻ എന്ന് പറയുന്ന ഫ്ലിവർ ബ്ലിസ്റ്റർ ഓർ അതിനെ തന്നെ ഹെർപ്സ് ഫൈബ്രിലിസ് എന്ന് പറയുന്ന ഒരു പേരിലൂടെ അറിയപ്പെടുന്നു. Then herpes infection in children with eczema, it is known as eczema herpeticum. ഇത് വന്നിട്ട് ക്രോപ്സ് ഓഫ് വെസിക്കിൾസ് വിത്ത് അൾസറേഷൻ ആയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. മ്യൂക്കസൽ സർഫസസിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാന്ന് നോക്കാം. മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് ബക്കൽ മ്യൂക്കസയാണ്. അതായത് ഇതിന്റെ ഇൻഫെക്ഷൻ മ്യൂക്കസൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബക്കൽ മ്യൂക്കസയാണ് മോസ്റ്റ് കോമൺ സൈറ്റ്. ആൻഡ് ദർ വിൽ ബി ജിഞ്ചിവോസ്റ്റൊമറ്റൈറ്റിസ് ആൻഡ് ഫാരഞ്ചൈറ്റിസ് ആണ്. ഇത് രണ്ടുമാണ് ഈ ഒരു മ്യൂക്കസൽ ഹെർപ്സ് സിംപ്ലക്സ് വൈറസ് ഇൻഫെക്ഷന്റെ മേജർ ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇത് രണ്ടുമാണ്, ജിഞ്ചിവോസ്റ്റൊമറ്റൈറ്റിസ് ആൻഡ് ഫാരഞ്ചൈറ്റിസ്. ആൻഡ് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് മ്യൂക്കസൽ HSV ഇൻഫെക്ഷൻ ഈസ് ഏതാണ്? ബക്കൽ മ്യൂക്കസ. അപ്പോൾ ഇത്രയാണ് മ്യൂക്കസൽ. അടുത്ത് നമുക്കിനി മറ്റ് പാർട്സിൽ വരുന്ന ചില പോയിന്റ്സ് നോക്കാം. അപ്പം ഒപ്താൽമിക് ആയിട്ട് കണ്ണിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. അപ്പം ഈ ചില ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ കോർണിയൽ ബ്ലൈൻഡ്നെസിന്റെ ഒരു മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് കരുതപ്പെടുന്നത് ഈ ഒരു ഹെർപ്സ് സിംപ്ലക്സ് വൈറസിന്റെ ഇൻഫെക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് കോർണിയൽ ബ്ലൈൻഡ്നെസ് ഇൻ എല്ലായിടത്തും എന്ന് പറയുന്നില്ല, ഇൻ സം ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, ഒപ്താൽമിക് ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയെന്ന് വെച്ചാൽ ദർ വിൽ ബി അക്യൂട്ട് കെരാട്ടോ കൺജങ്ക്റ്റിവൈറ്റീസ്, അതുപോലെ തന്നെ ലിഡ്സിലാണെങ്കിൽ ഫോളിക്കുലർ കൺജങ്ക്റ്റിവൈറ്റീസ് കാണുന്നുണ്ട്. പിന്നെ കൊറിയോ റെറ്റിനൈറ്റീസ്, അക്യൂട്ട് നിക്രോട്ടൈസിങ് റെറ്റിനൈറ്റീസ്, ഇതൊക്കെയാണ് ഒപ്താൽമിക് ആയിട്ട് ഇതിൽ കാണുന്ന കുറച്ച് സിംറ്റംസ് എന്ന് പറയുന്നത്. സോ ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് കോർണിയൽ ബ്ലൈൻഡ്നെസ് ഇൻ സം ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് ഈ ഒരു HSV ഇൻഫെക്ഷൻ ആണ്. ഒപ്താൽമിക് ആയിട്ട് ദർ വിൽ ബി അക്യൂട്ട് കെരാട്ടോ കൺജങ്ക്റ്റിവൈറ്റീസ്, ഫോളിക്കുലർ കൺജങ്ക്റ്റിവൈറ്റീസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ലിഡ്സിലാണ്. ദർ വിൽ ബി കൊറിയോ റെറ്റിനൈറ്റീസ്, അക്യൂട്ട് നെക്രോട്ടൈസിങ് റെറ്റിനൈറ്റീസ് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ഈസ് നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫെക്ഷൻ, ഈ ഒരു വൈറസ് നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നെർവസ് സിസ്റ്റത്തിൽ അഫക്ഷൻ വരുമ്പോൾ കാണുന്ന മേജർ ആയിട്ടുള്ള ഒരു സിംറ്റമാണ് എൻസിഫലൈറ്റീസ് എന്ന് പറയുന്നത്. വിസറലായിട്ട് മറ്റ് ഓർഗൻസിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസോഫാഗസിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസോഫേജൈറ്റീസ് ഉണ്ടാവും. റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുമ്പോഴാണ് ട്രക്കിയോ ബ്രോങ്കൈറ്റീസ്, ന്യൂമോണൈറ്റീസ് പോലുള്ള സിംറ്റംസ് ഒക്കെ ഇവരിൽ കാണിക്കുന്നുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസിന്റെ കോമൺ ആയിട്ടുള്ള കോസസ് ഒത്തിരി ഉണ്ടാവും. ബട്ട് ദീസ് വൈറസ് ഇൻഫെക്ഷൻ ഇറ്റ് ഈസ് ദ അൺകോമൺ കോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്. സോ പ്ലീസ് നോട്ട് ദാറ്റ് ദ അൺകോമൺ കോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ HSV ഹെർപ്സ് സിംപ്ലക്സ് വൈറസിന്റെ ഇൻഫെക്ഷൻ ആണ് അൺകോമൺ കോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് എന്താ പറയുക, ഈ ഒരു ഹെർപ്സ് സിംപ്ലക്സ് വൈറസ് ഇൻഫെക്ഷൻ it may be associated with erythema multiforme. Erythema multiforme ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇത് കാണാൻ പറ്റും. ഈ ജനൈറ്റൽ ഹെർപ്സ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രാജ്യം എന്ന് പറയുന്നത് USA ഏറ്റവും കൂടുതൽ ജനൈറ്റൽ ഹെർപ്സിന്റെ പേഷ്യൻസ് ഉള്ളത് USA, അത് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ്. ഈ ജനൈറ്റൽ ഹെർപ്സ് മെന്നിൽ വന്നു കഴിഞ്ഞാൽ ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ജനൈറ്റൽ ഹെർപ്സ് ഇൻ മെൻ എന്ന് പറയുന്നത് പെന്നിസ്
അത് കഴിഞ്ഞാൽ യുറീത്ര. അപ്പൊ പെന്നീസ് അല്ലെങ്കിൽ യുറീത്രയിലാണ് ഇവരുടെ മോസ്റ്റ് കോമൺ, മെന്നിൽ മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വിമൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വജൈന, സെർവിക്സ്, അങ്ങനെ ഏതൊരു പാർട്ടിൽ വേണമെങ്കിലും വരാം. പിന്നെ ഈ ഒരു ജെനൈറ്റൽ ഹെർബ്സ് എന്ന് പറയുന്നത് ദർ വിൽ ബി, അതിന്റെ പ്രൈമറി ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് നല്ല പനിയും ക്ഷീണവും തളർച്ചയും ഒക്കെ, ഫീവർ, മലേറിയ ഒക്കെ ഉണ്ടാവും. അത് പ്രൈമറി ഇൻഫെക്ഷനിൽ ഫസ്റ്റ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഫീവർ ആയിട്ടും മലേറിയസ് ആയിട്ടും ഒക്കെയാണ്. So, most common cause of corneal blindness in some developed countries is HSV virus infection. അതുപോലെ തന്നെ അൺകോമൺ കോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജെനൈറ്റൽ ഹെർബ്സ് കാണുന്നത് USA-ലാണ്. ഈ ഒരു ഹെർബ് സിംപ്ലക്സ് വൈറസ് ഇൻഫെക്ഷനോട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഒരു കണ്ടീഷനാണ് എറിത്മ മൾട്ടിഫോമ എന്ന് പറയുന്നത്. ഈ മെനിലാണെന്നുണ്ടെങ്കിൽ ഇത് പെന്നീസിലോ യുറീത്രയിലോ ആണ് കാണുന്നത്. വിമൻസില്, ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ വജൈന, സെർവിക്സ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സൈറ്റ്. പിന്നെ പ്രൈമറി ഇൻഫെക്ഷൻ മാനിഫെസ്റ്റ് ആസ് ഫീവർ, മലേറിയ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് വരുന്ന ഒരു വൈറസ് ആണ് ഒരു കോക്സാക്കി വൈറസ്. കോക്സാക്കി വൈറസ് നമ്മൾ വേറൊരിടത്തും പഠിക്കുന്നുണ്ട്. HFMD, അതായത് ഹാൻഡ്, ഫുട്ട്, മൗത്ത് ഡിസീസ്, അത് ഉണ്ടാക്കുന്നതും കോക്സാക്കി വൈറസ് ആണ്. അതുപോലെ തന്നെ ഹെർപാൻജീന എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. അല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ ഒന്നും പഠിക്കാനില്ല. കോക്സാക്കി വൈറസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. നമുക്ക് കുറച്ച് പോക്സ് വൈറസസിലേക്ക് പോകാം. ആദ്യമായിട്ട് സ്മോൾ പോക്സ്. സ്മോൾ പോക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വേരിയോള വൈറസ്. ഇൻക്യുബേഷൻ പീരീഡ് ഈസ് 7 to 17 days. ദർ വിൽ ബി ഫീവർ ഉണ്ടാവും, ഹെഡേക്ക് ഉണ്ടാവും, പ്രോസ്ട്രേഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റം. 4 സ്റ്റേജസിലൂടെയാണ് പോകുന്നത്. അത് ആദ്യം മാക്യൂൾസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും, പിന്നെ അത് പാക്യൂൾസ് ആവും, പിന്നെ സ്മോൾ വെസിക്കിൾസ് ആയിട്ട് വന്നിട്ട് പിന്നെ പസ്റ്റ്യൂൾസ് ആയിട്ടാണ് അത് മറിഞ്ഞു പോകുന്നത്. അപ്പം അങ്ങനെ 4 സ്റ്റേജസ് ഉണ്ട്. ദർ വിൽ ബി മാക്യൂൾ സ്റ്റേജ് ഫസ്റ്റ്, പിന്നെ പാപ്യൂൾസ് ആവും, പിന്നെ വെസിക്കിൾസ് ആവും, പിന്നെയാണ് പസ്റ്റ്യൂൾസ് ആയിട്ട് മാറുന്നത്. ആൻഡ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചപ്പോൾ ചിക്കൻ ബോക്സിൽ ദർ വിൽ ബി ക്രോപ്പിംഗ് എന്ന് പഠിച്ചു. പക്ഷേ സ്മോൾ ബോക്സും ചിക്കൻ ബോക്സും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇൻ ചിക്കൻ ബോക്സ് ദർ വിൽ ബി ക്രോപ്പിംഗ്, ബട്ട് ഇൻ സ്മോൾ ബോക്സ് ദർ വിൽ ബി നോ ക്രോപ്പിംഗ്. അതാണ് ഇതിന്റെ ഒരു പെക്യുലാരിറ്റി. ചിക്കൻ ബോക്സിനെ വെച്ചിട്ട് നമുക്ക് പറയുമ്പോൾ ഇതിന് ക്രോപ്പിംഗ് ഉണ്ടാവത്തില്ല. പിന്നെ ഇതിന്റെ ലീഷൻസ് കൂടുതലും കാണുന്നത് ബക്കൽ മ്യൂക്കസയിലാണ് കാണുന്നത്. അപ്പം ഇതാണ് സ്മോൾ പോക്സ്. വേരിയോള വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. 7 to 17 days ആണ് ഇൻക്യുബേഷൻ പീരീഡ്. ദർ വിൽ ബി ഫീവർ, ഹെഡേക്ക്, പ്രോസ്ട്രേഷൻ, ഇവയെല്ലാം അത് ജനറൽ ആയിട്ടുള്ള സിംറ്റംസ്. പിന്നെ ഇതിന്റെ ഈ ഒരു റാഷസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലീഷൻസ് എന്ന് പറയുമ്പോൾ അത് മാക്യൂൾ, ഫസ്റ്റ് ഒരു മാക്യൂൾ സ്റ്റേജിൽ തുടങ്ങും, പിന്നെ പാപ്യൂൾസ് ആവും, പിന്നെ വെസിക്കിൾസ് ആയിട്ട്, പിന്നെ പസ്റ്റ്യൂൾസ് ആയിട്ടാണ് അത് ഫേഡ് അവേ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദർ വിൽ ബി നോ ക്രോപ്പിംഗ്. ആൻഡ് ദ ലീഷൻസ് ആർ മോസ്റ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ബക്കൽ മ്യൂക്കസയിലാണ്. എവിടെ വേണമെങ്കിലും വരാം, ബട്ട് കൂടുതലായിട്ടും ബക്കൽ മ്യൂക്കസയിലാണ് കാണപ്പെടുന്നത്. അടുത്തൊരു പോക്സ് വൈറസ് ആണ് ഏതാണ്? മങ്കി പോക്സ് എന്ന് പറയുന്നത്. മങ്കി പോക്സ് ഉണ്ടാക്കുന്നത് ഓർത്തോ പോക്സ് വൈറസ് ആണ്. അത് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് 1958 കോപ്പൻഹേഗൻ എന്ന് പറയുന്ന ഒരു അതാണ്. അപ്പൊ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് ഇയർ ഏതാണ്? 1958 കോപ്പൻഹേഗൻ. ഫസ്റ്റ് ഹ്യൂമൻ കേസ്, മങ്കി പോക്സിന്റെ ഫസ്റ്റ് ഹ്യൂമൻ കേസ് റിപ്പോർട്ട് ചെയ്തത് 1970 സെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സോ ഫസ്റ്റ് ഹ്യൂമൻ കേസ് എന്ന് പറയുന്നത് ആ ഇയർ ഒക്കെ ഓർത്തിരുന്നാൽ മതി. 1970 ഫസ്റ്റ് മങ്കി പോക്സ് വൈറസ് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് 1958 ആണ്. നെക്സ്റ്റ് ഈസ് ബെഫല്ല ഫോക്സ്. ബെഫല്ല ഫോക്സ് വന്നിട്ട് 1938 ഇന്ത്യയിൽ വന്ന ഒരു എപ്പിഡമിക് ആയിട്ടുള്ള ഒരു എപ്പിഡമിക് ആണ് ഈ ഒരു ബെഫല്ല പോക്സ് എന്ന് പറയുന്നത്. അതും ആ ഒരു ഇയർ മാത്രം ഓർത്താൽ മതി. ഇന്ത്യയിൽ 1938 ഫസ്റ്റ് വന്നത്. പിന്നെ കൗപോക്സ് ആൻഡ് മിൽക്കേഴ്സ് നോഡ്. മിൽക്കേഴ്സ് നോഡിനെയാണ് നമ്മൾ പാരാ വാക്സീനിയ എന്ന് പറഞ്ഞ ഒരു പേരിലൂടെ അറിയപ്പെടുന്നത്. ഇത് ഈ പശുക്കളെയൊക്കെ കറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആട്, പശുക്കള്, ഇങ്ങനെയുള്ള ഡയറി പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, പാലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മൃഗങ്ങളുണ്ടല്ലോ, വളർത്തു മൃഗങ്ങൾ, ഇപ്പൊ പശുക്കളാകാം, ആടാകാം, അതിനെയൊക്കെ പാല് കറക്കുന്ന സമയത്ത് ആണ് ഈ ഒരു സംഭവം സ്പ്രെഡ് ആവുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് ORF. ORF എന്ന് വെച്ചാൽ കണ്ടേജിയസ് പസ്റ്റുലാർ ഡെർമറ്റൈറ്റിസ് ആണ്. അത് വന്നിട്ട് ഈ ഡിസീസ് വരുന്നത് ഒരു
പാപ്പുലോവെസിക്കുലർ ലീഷൻ ആയിട്ടാണ് വിത്ത് എ സെൻട്രൽ അൾസർ ആയിട്ടാണ് ORF മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഒക്കർ ആസ് എ പാപ്പുലോവെസിക്കുലർ ലീഷൻ വിത്ത് സെൻട്രൽ അൾസർ. ഇതിന്റെ സൈറ്റ് കൂടുതലായിട്ടും കാണുന്നത് ഹാൻഡ്സിലും കയ്യിലും പിന്നെ ഫേസിലുമാണ്. ഹാൻഡ്, ഫോറാം ആൻഡ് ഫേസ് ആണ് കോമൺ ആയിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യാബ പോക്സ്. യാബ പോക്സ് എന്ന് പറയുന്നത് ഒരു മങ്കി ട്യൂമർ വൈറസ് ആണ്. പിന്നെ അടുത്തതായിട്ട് മൊളസ്കം കണ്ടീജിയോസം. മൊളസ്കം കണ്ടീജിയോസവും ഒരു DNA ആയിട്ടുള്ള ഒരു പോക്സ് വൈറസ് ആണ്, DNA പോക്സ് വൈറസ് ആണ്. And it is characterized by pink or pearly white wart-like nodules on the skin. Okay, സ്കിന്നില് ചെറിയ പിങ്ക് കളർ അല്ലെങ്കിൽ നല്ല പേളി വൈറ്റ് കളറിലുള്ള വാട്ട്സ് പോലെയാണ് ഈ ഒരു മൊളസ്കം കണ്ടീജിയോസം അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ദീസ് മൊളസ്കം കണ്ടീജിയോസം വന്നിട്ട് ഇതൊരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ്. അപ്പൊ നമ്മൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പഠിക്കുമ്പോഴും ഈ സാധനം പഠിക്കും. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് മൊളസ്കം കണ്ടീജിയോസ് എന്ന് പറയുന്നത്. ചിൽഡ്രൻസിലാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് സാധാരണയായിട്ട് കുട്ടികളിൽ കാണപ്പെടുമ്പോൾ ഇത് കാണുന്നത്. അത് പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് ഇത് വരുമ്പോഴത്തേക്ക് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, അതായത് കുട്ടികൾക്ക് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് വരുമല്ലോ. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ചെറിയ പ്രായത്തിൽ വന്നു കഴിയുമ്പം അത് കാരണം കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ മൊളസ്കം കണ്ടേജിയോസം വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു മൊളസ്കം കണ്ടേജിയോസത്തിന്റെ ലീഷൻസ് എല്ലാം തന്നെ ഡോം ഷേപ്ഡ് ലീഷൻസ് ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദ ലീഷൻസ് ഓഫ് ദ മൊളസ്കം കണ്ടേജിയോസം ആർ ഡോം ഷേപ്ഡ് ലീഷൻസ്. ഇപ്പം കുറെ എന്താ പറയുക ഇൻഫെക്ഷൻസ്, ഈ പറഞ്ഞ പോലെ ഈ പോക്സ് വൈറസസിന്റെ തന്നെ കുറെ ഇൻഫെക്ഷൻസ് നമുക്കിപ്പോ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിട്ട് ഇതിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഏതാണ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പഠിക്കാൻ പറ്റുന്നതിലൊക്കെ അത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മൊളസ്കം കണ്ടേജിയോസം, ഇറ്റ് ഈസ് എ DNA പോക്സ് വൈറസ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പിങ്ക് ഓർ പേളി വൈറ്റ് wart-like nodules on the skin and it is sexually transmitted. Most common in children up to 1 year. Atopic dermatitis ഉള്ള കുട്ടികളിലാണ് സാധാരണയായിട്ട് കാണുന്നത്. ആൻഡ് ലീഷൻസ് ആർ ഡോം ഷേപ്ഡ് ലീഷൻസ് ആണ് ഇതിനുള്ളത്. നെക്സ്റ്റ് ഈസ് ഹാൻഡ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഓർ HFMD. നമ്മളിപ്പോ ഒരു കാലത്ത്, അതായത് ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു ചുറ്റുപാട് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്ന ഒരു സാധനമാണിത്. മലയാളത്തിൽ തക്കാളിപ്പനി എന്ന് പറയും. ഈ ഹാൻഡ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് അഥവാ തക്കാളിപ്പനി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കൊക്സാക്കി വൈറസ് എന്ന് പറയുന്ന ഒരു എൻഡറോ വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. സോ കൊക്സാക്കി വൈറസ് ആണ് ഹാൻഡ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് അഥവാ HFMD എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ ഒരു ഇൻഫെക്ഷൻ കോമൺലി കാണപ്പെട്ട് വരുന്നത്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 10 ദിവസം വരെയാണ്. 10 days ആണ് ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ദർ വിൽ ബി പെയിൻഫുൾ പാപ്പുലാർ ഓർ വെസിക്കുലർ റാഷ് ഓൺ പാമോ പ്ലാന്റാർ സർഫസ് ഓഫ് ഹാൻഡ് ആൻഡ് ഫീറ്റ്. കുട്ടികളുടെ കാലിന്റെയും കൈയിന്റെയും ആ ഒരു പാമോ പ്ലാന്റാർ സർഫസസിലൊക്കെ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള പാപ്പുലാർ ആയിട്ടുള്ള അല്ലെങ്കിൽ വെസിക്കുലർ ആയിട്ടുള്ള ഒരു റെഡ് കളറിലുള്ള ഒരു റാഷ് ഫസ്റ്റ് അപ്പിയർ ആവും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു റാഷ് കാണുന്ന വായ്ക്കുള്ളിലാണ്. ഓറൽ ലീഷൻസ്, ബക്കൽ മ്യൂക്കസയിലാണ് ഈ ഒരു ഓറൽ ലീഷൻസ് ആയിട്ട് നമുക്ക് കാണാം. ഏറ്റവും കൂടുതലും ഈ HFMDയുടെ ലീഷൻസ് നമ്മളെ വായ്ക്കുള്ളിലും കൂടി നോക്കിയിട്ടാണ് ഇത് തക്കാളിപ്പനി ആണെന്നുള്ളത് എപ്പോഴും ഉറപ്പ് വരുത്താറുള്ളത്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഇത് കാരണം കൊണ്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവരുടെ നാക്ക്, അതായത് ടങ്ക് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അൾസറേഷൻസ് സംഭവിക്കും ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ ബട്ടക്സിലും തൈയിലും ഒക്കെ തന്നെ പാപ്പുലാർ ആയിട്ടുള്ള എറിത്തമാറ്റസ് റാഷ്, അതായത് നല്ല ചുമന്ന കളറിലുള്ള എറിത്തമാറ്റസ് ആയിട്ടുള്ള റാഷ് കാണപ്പെടാറുണ്ട്. ഈ റാഷ് ഫസ്റ്റ് ഒരു റാഷ്, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു മൊസ്കിറ്റോ ബൈറ്റ് പോലെയൊക്കെ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഈ റാഷ് ഡെവലപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലിസ്റ്റർ ആയിട്ട് എന്നിട്ട് അത് നീര് കെട്ടി നിൽക്കും. അപ്പോഴാണ് പല ആൾക്കാരും ഇത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നത്. എന്നിട്ട് അത് തനിയെ തന്നെ പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഇതിന് തക്കാളിപ്പനി എന്ന ഒരു പേരും കൂടി വന്നത്. സോ ഇതൊക്കെയാണ് ഈ ഹാൻഡ്, ഫുട്ട്, മൗത്ത് ഡിസീസിന്റെ മേജർ ആയിട്ടുള്ള സിംറ്റംസ്. പിന്നെ ഫീവർ ഉണ്ടാവും,
ഡീഹൈഡ്രേഷൻ ഈ കുട്ടികളിൽ ധാരാളം ഡീഹൈഡ്രേഷൻ എപ്പോഴും ഉണ്ടാവുന്നത് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെയാണ് ഡീഹൈഡ്രേഷൻ. അത് ഭയങ്കരമായിട്ടും ദാഹമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അസുഖം വരുമ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ എപ്പോഴും പറയാറുള്ളത് കുട്ടികൾക്ക് ധാരാളം വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പൊ മുലയൂട്ടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ധാരാളം ഫീഡ് ചെയ്യണം എന്ന് പറയാൻ കാരണം ഈ ഒരു ഡിസീസ് ഇൻഫെക്ഷൻ വന്ന കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ നമ്മൾ ഓറൽ ലീഷൻസ് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ പറയാനുള്ള കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പം പെയിൻഫുൾ പാപ്പുലാർ ഓർ വെസിക്കുലാർ റാഷ് ഓൺ palm or plantar surface of hand and feet. There will be oral lesions on buccal mucosa, tongue ulcerated rapidly, papular erythematous rash on buttocks, thigh, etc. And there will be fever. പിന്നെ ഡീഹൈഡ്രേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ there will be weakness. ഇതെല്ലാം ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് GIT ഇൻഫെക്ഷൻസിലേക്ക് പോകാം. GIT ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം കോമൺ ആയിട്ടും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് GIT ഇൻഫെക്ഷൻസ് ആണ്. ഫസ്റ്റ് ഈസ് നോറോ വൈറസ് ഇൻഫെക്ഷൻ. നോറോ വൈറസ് ഇൻഫെക്ഷൻ ആണ്. ഇപ്പം UK-യിലൊക്കെ ഇൻഫെക്ഷ്യസ് ഗ്യാസ്ട്രോ എൻഡറൈറ്റിസിന്റെ ഒരു മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഈ നോറോ വൈറസ് ഇൻഫെക്ഷൻ ആണ്. അത് വേണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഗ്യാസ്ട്രോഎൻഡറൈറ്റിസ് ഇൻ UK എന്ന് പറയുന്നത് നോറോ വൈറസ് ഇൻഫെക്ഷൻ ആണ്. 24 to 48 hours ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വയറിളക്കം, ഛർദിയും ഒക്കെയാണ്. വോമിറ്റിംഗ് ഉണ്ടാവും, ഡയറിയയും ഉണ്ടാവും. അപ്പം ഇതാണ് നോറോ വൈറസിൽ പറയാനുള്ള മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഗ്യാസ്ട്രോഎൻഡറൈറ്റിസ് ഇൻ UK. ഇൻക്യുബേഷൻ പീരീഡ് എത്രയായിരുന്നു? 24 to 48 hours. ആൻഡ് ദർ വിൽ ബി വോമിറ്റിംഗ് ആൻഡ് ഡയറിയ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് എസ്ട്രോ വൈറസ്. എസ്ട്രോ വൈറസ് എന്ന് പറയുന്നത് ഫീക്കൽ ഓറൽ റൂട്ടിൽ കൂടെയാണ് കോമൺ ആയിട്ടും അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് വന്നിട്ട് 3 to 4 days ആണ്. അതും എല്ലാം ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഇൻഫെക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നോസിയയും ഡയറിയയും ഒക്കെ ഉണ്ടാവും. സോ ഡയറിയ, ഫീവർ, നോസിയ, പിന്നെ അബ്ഡോമിനൽ ഡിസ്കംഫർട്ടും അബ്ഡോമിനൽ പെയിനും ഒക്കെയാണ് ആസ്ട്രോ വൈറസ് ഇൻഫെക്ഷന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റോട്ട വൈറസ് ഇൻഫെക്ഷൻ. അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ്. അത് കൂടുതലായിട്ടും വിന്റർ സീസണിലാണ് ഈ ഒരു റോട്ട വൈറസ് ഇൻഫെക്ഷൻ കണ്ടുവരാറുള്ളത്. 48 hours ആണ് ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മേലെ പറഞ്ഞ എല്ലാം ഡയറിയ, ഫീവർ, നോസിയ, അതെല്ലാം അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാവും. പ്രൊമീനിയന്റ് ആയിട്ട് ഇതിൽ കാണുന്ന ഒരു ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. സോ മേജർ ആയിട്ട് ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ അത് അടുത്ത് പറയാം. അപ്പോൾ നോറോ വൈറസ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഗ്യാസ്ട്രോഎൻഡറൈറ്റിസ് ഇൻ UK. 24 to 48 hours ഇൻക്യുബേഷൻ പീരീഡ് ആൻഡ് ദർ വിൽ ബി ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് അവിടെ എന്തൊക്കെയാ കാണുന്നത്? വോമിറ്റിംഗ് ഉണ്ടാവും, ഡയറിയ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഈസ് എസ്ട്രോ വൈറസ്. എസ്ട്രോ വൈറസ് എന്ന് പറയുന്നത് ഫീക്കൽ ഓറൽ റൂട്ടിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 3 to 4 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് ആൻഡ് ദർ വിൽ ബി ഡയറിയ, ഫീവർ, നോസിയ, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഒക്കെയാണ് ഇതിന്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. റോട്ട വൈറസ് എന്ന് പറയുന്നത് വിന്റർ സീസണിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. 48 hours ആണ് ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ്. നേരത്തെ പറഞ്ഞത് GIT-യുടേതായിട്ടുള്ള എല്ലാ സിംറ്റംസും ഉണ്ടാവും, അതിന്റെ കൂടെ പ്ലസ് പ്രൊമീനിയന്റ് ആയിട്ട് കാണുന്നതാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും പോർഷൻസ് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സൈറ്റോമെഗാലോ വൈറസ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സലൈവറി ഗ്ലാൻഡ് വൈറസ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വൈറസ് ഇൻ ദ ഹെർപ്സ് വൈറസ് ഫാമിലി. പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് പോലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും. മോസ്റ്റ് കോമൺ ആയിട്ട് ഹെപ്പാറ്റോമെഗലി കാണും. കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഗില്ലൻ ബെറി സിൻഡ്രോം, ഓട്ടോ ഇമ്യൂൺ ഹ്യൂമുലേറ്റിക് അനീമിയ, ത്രോംബോസൈറ്റോപീനിയ. പിന്നെ ഇമ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസി വന്ന ഏകദേശം എല്ലാ ഓർഗൻസിലും ഇൻഫ്ലമേഷൻ വരും എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഹൈലി ഇൻഫെക്ഷ്യസ് ഇൻ എയർലി ഇൻഫൻസിയിലാണ് ഹൈലി ഇൻഫെക്ഷ്യസ്. അത് കഴിഞ്ഞ് നമ്മൾ ഔൾസൈ പഠിച്ചായിരുന്നു. ഇൻക്ലൂഷൻ ബോഡി സീൻ ഇൻ സെൻട്രിഫ്യൂജൽ ഡിപ്പോസിറ്റ്സ് ഓഫ് യൂറിൻ ഓർ സലൈവ ഓർ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ. എക്സ്പെരിമെന്റലി കൊണ്ടുവന്നിട്ടുള്ള ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻസ് ആണ് ഈ പറഞ്ഞ ടൗണി 125 ആൻഡ് AD 169 സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ഔൾസൈ അപ്പിയറൻസ്. അടുത്തതായിട്ട് ഹെർപ്സ് സ്പീഷീസിൽ 8 സ്പീഷീസ് ഓഫ് വൈറസസ് ഉണ്ട്. ടൈപ്പ് 1 മുതൽ ടൈപ്പ് 8 വരെ 8 സ്പീഷീസ് ഉണ്ട്. അതിൽ നമ്മൾ ഈ ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5 ഇത്
ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ടൈപ്പ് 3 ആണ് വാരിസെല്ല സോസ്റ്റർ, ടൈപ്പ് 4 എപ്സ്റ്റീൻ ബാർ വൈറസ്, ടൈപ്പ് 5 ആണ് സൈറ്റോമെഗാലോ വൈറസ്. അതാണ് ലാർജസ്റ്റ് വൈറസ് ഇൻ ദീസ് ഫാമിലി. ഓക്കെ. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് പറഞ്ഞു. അത് ഫസ്റ്റ് ഹെപ്സ് വൈറസിന്റെ തന്നെ ആദ്യത്തെ 2 ടൈപ്പുമാണ് ഇത് ഉണ്ടാക്കുന്നത്. ടൈപ്പ് 1 ആണെങ്കിൽ മ്യൂക്കോക്യൂട്ടേനിയസ് സർഫസസ് ഓഫ് ഹെഡ് ആൻഡ് നെക്ക്, ടൈപ്പ് 2 ആണെന്നുണ്ടെങ്കിൽ ജനൈറ്റൽ മ്യൂക്കസ്, അതായത് അരക്കെട്ടിന് താഴെ അരക്കെട്ടിന് മുകളിലും അങ്ങനെയാണ് ഇത് സ്പ്രെഡ് വരുന്നത്. അരക്കെട്ടിന് മുകളിലാണെങ്കിൽ അത് ടൈപ്പ് 1ന്റെ ഇൻഫെക്ഷനും, 2 ആണെങ്കിൽ അത് ടൈപ്പ് 2ന്റെ ഇൻഫെക്ഷനുമാണ്. അത് ജനൈറ്റൽ മ്യൂക്കസയിലാണ്, ജനൈറ്റൽ ഹെർബ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഈ ഇൻഫെക്ഷന്റെ നമ്മൾ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കിയായിരുന്നു. മോസ്റ്റ് കോമൺ വൈറൽ ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻ ആണ്. അതുപോലെ ഹ്യൂമൻസ് ആർ ദ ഓൺലി നാച്ചുറൽ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ സലൈവയാണ്. പ്രൈമറി ഇൻഫെക്ഷൻ ബിറ്റ്വീൻ 2 to 5 years. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ക്യൂട്ടേനിയസ് ആയിട്ട് ഇത് ഫേസിൽ എവിടെ വേണമെങ്കിലും വരാം. ടിപ്പിക്കൽ ലീഷൻസ് എന്ന് പറയുന്നത് ഫീവർ ബ്ലിസ്റ്റേഴ്സ് ഓർ ഹെർപ്പസ് ഫെബ്രിലിസ് എന്ന് പറയും. ഹെർബ്സ് ഇൻഫെക്ഷൻ ഇൻ ചിൽഡ്രൻ വിത്ത് എക്സിമ, അതിനെയാണ് നമ്മൾ എക്സിമ ഹെപ്പറ്റിക്കം എന്ന് പറയുന്നത്. അപ്പിയർ ആസ് ക്രോപ്സ് ഓഫ് വെസിക്കിൾ വിത്ത് അൾസറേഷൻ. മ്യൂക്കോസൽ ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ മോസ്റ്റ് കോമൺ സൈറ്റ് ഈസ് ബക്കൽ മ്യൂക്കസ്. എന്തൊക്കെയാണ് ഉണ്ടാവുക? ജിഞ്ചിവോ സ്റ്റൊമറ്റൈറ്റിസ് ആൻഡ് ഫാരൻജൈറ്റിസ്. ബാക്കിയുള്ള ഇതിലേക്ക് വരുമ്പോൾ ഒപ്താൽമിക് നെർവസ് സിസ്റ്റം, വിസറൽ, ജനൈറ്റൽ ആയിട്ടുള്ള സിംറ്റംസിലേക്ക് വരുമ്പോൾ മോസ്റ്റ് കോമൺ കോസ് ഓഫ് കോർണിയൽ ബ്ലൈൻഡ്നെസ് ഇൻ സം ഡെവലപ്ഡ് കൺട്രീസ് ആണ് ഈ ഒരു HSV ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒപ്താൽമിക് ആയിട്ട് കാണുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? അക്യൂട്ട് കരാട്ടോ കൺജങ്ക്റ്റിവൈറ്റിസ്, ഫോളിക്കുലർ കൺജങ്ക്റ്റിവൈറ്റിസ് ഓഫ് ലിഡ്സ്, കൊറിയോ റെറ്റിനൈറ്റിസ്, അക്യൂട്ട് നെക്രട്ടൈസിംഗ് റെറ്റിനൈറ്റിസ് എക്സെട്ര. നെർവസ് സിസ്റ്റത്തിൽ എൻസിഫാലിറ്റീസ് ഉണ്ടാക്കും. പിന്നെ വിസറൽ ആയിട്ടും എന്താ പറയുക, നമ്മളെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയും റെസ്പിറേറ്ററി ട്രാക്റ്റിനെയൊക്കെ അഫക്ട് ചെയ്തിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുള്ള പൈസോഫാജൈറ്റിസ്, ട്രക്കിയോബ്രോങ്കൈറ്റിസ്, ന്യൂമോണൈറ്റിസ്. അൺകോമൺ കോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്. ദീസ് Herpes simplex virus infection, it is the uncommon cause of hepatitis. It may be associated with erythema multiforme. And in USA-ലാണ് ഇത് കൂടുതലായിട്ടും ഹെർപ്സ്, ജനൈറ്റൽ ഹെർപ്സ് കണ്ട് വരുന്നത്. മെയിലിലാണെന്നുണ്ടെങ്കിൽ, മെന്നിലാണെന്നുണ്ടെങ്കിൽ പെന്നീസ് ആണ് മോസ്റ്റ് കോമൺ സൈറ്റ്. അതുപോലെ തന്നെ യൂറിത്രയിലും കാണപ്പെടുന്നുണ്ട്. ആൻഡ് ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും സർവിക്സ്, വജൈന, അങ്ങനെ ഒരു ജനൈറ്റൽ ആയിട്ട് സാധാരണ വരുന്നത് വജൈനയിലും സർവിക്സിലും ഒക്കെയാണ്. പിന്നെ ഇതിൽ ഫീവർ, പ്രൈമറി ഇൻഫെക്ഷൻ മാനിഫെസ്റ്റ് ആസ് ഫീവർ ആൻഡ് മലേസ്. പിന്നെ നമ്മൾ കുറച്ച് പോക്സ് വൈറസ് ഇൻഫെക്ഷൻസ് ഒക്കെ നോക്കിയായിരുന്നു. മങ്കി പോക്സിന്റെ ഫസ്റ്റ് ഹ്യൂമൻ കേസ് എന്ന് പറയുന്നത് 1917 വേറെ. ദെൻ മങ്കി പോക്സ് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് 1958 ആണ്. അതൊരു ഓർത്തോപോക്സ് എന്താ പറയുക, ഓർത്തോപോക്സ് വൈറസ് ആണ്. സ്മോൾ പോക്സ് വേരിയോള വൈറസ് ആണ്. 7 to 17 ഡേയ്സ്. സ്മോൾ പോക്സിൽ വന്നിട്ട് ചിക്കൻ ബോക്സിലെ പോലെ ക്രോപ്പിംഗ് ഇല്ല. ആൻഡ് ദെയർ വിൽ ബി ലീഷൻസ് ഓൺ ദി ബക്കൽ മ്യൂക്കസ്. ബാക്കി എല്ലായിടത്തും ലീഷൻസ് ഉണ്ടാവും, പക്ഷേ ബക്കൽ മ്യൂക്കസയിലും ലീഷൻസ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബഫല്ലോ പോക്സിന്റെ ഇന്ത്യയിലെ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് 1938-ലാണ്. കൗ പോക്സ് ആൻഡ് മിൽക്കോസിനോട് നോക്കി. മിൽക്കോസിനോടാണ് പാരാ വാക്സീനിയ എന്ന് പറയുന്നത്. ഫ്രം കൗ അല്ലെങ്കിൽ ഗോഡ് ഡ്യൂറിങ് മിൽക്കിങ്. ഓക്കെ. ORF എന്ന് പറയുന്ന ഒരു കണ്ടേജിയസ് ആയിട്ടുള്ള പസ്റ്റുലാർ ഡെർമറ്റൈറ്റിസ് ആണ്. ഒരു പാപ്പുലർ വെസിക്കുലാർ ലീഷൻ ആയിട്ട് വിത്ത് സെൻട്രൽ അൾസർ ആയിട്ടാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കോമൺ സൈറ്റ് ഏതൊക്കെയാണ്? ഹാൻഡ്, ഫോറ, ഫേസ്, ഇതൊക്കെയാണ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യാബ പോക്സ് നോക്കി. ഇറ്റ് ഈസ് എ മങ്കി ട്യൂമർ വൈറസ് ആണ്. മൊളസ്കം കണ്ടേജിയസം, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു DNA പോക്സ് വൈറസ് ആണ്. ഈ ഒരു മുളക്കം കണ്ടേജിയസ് ഉണ്ടാക്കുന്നത് അപ്പിയർ ആസ് ഓർ ക്യാരക്ടറൈസ്ഡ് ആസ് pink or pearly white wart-like nodules on the skin. Okay. The next is most common in children up to 1 year having atopic dermatitis. Lesions of the molluscum contagiosum are dome-shaped lesions ആണ്. Next is hand, foot and mouth disease. അത് നമ്മൾ എൻട്രോവൈറസ് ആണ്. ഒരു എൻട്രോവൈറസ് ആണ്. ഈ എൻട്രോവൈറസസ് എന്ന് പറയുമ്പോൾ ഏത് വൈറസ് ആണ്? കോക്സാക്കി വൈറസ് ആണ് അത് ഉണ്ടാക്കുന്നത്, അത് കോസ് ചെയ്യുന്നത്. IP വന്നിട്ട് 10 days ആണ്. ഓറൽ ലീഷൻസ് ആണ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്. പിന്നെ പെയിൻഫുൾ പാപ്പുലർ ആൻഡ് വെസിക്കുലർ ലീഷൻ ഓൺ പാൾമോ പ്ലാന്റ സർഫസസ് ഓഫ് ഹാൻഡ് ആൻഡ് ഫീറ്റ്. അതായത് കൈ, കാലുകൾ, വായ്ക്കുള്ളിൽ, ഇവിടെയാണ് ഇതിന്റെ ലീഷൻസ് കോമൺലി കാണപ്പെടുന്നത്. പിന്നെ ബട്ടക്സിലും കൈയിലും കാണപ്പെടാറുണ്ട്. ട്രങ്കിലൊന്നും അധികം അങ്ങോട്ട് ചില കേസസിൽ കാണപ്പെടാറുണ്ട്. ബട്ട് കൂടുതലായിട്ടും ഇതിന്റെ ലീഷൻസ് കാണുന്നത് ഇവിടെയൊക്കെയാണ്. പിന്നെ ഇവരിൽ ടങ്ക് പെട്ടെന്ന് അൾസറേറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സിംറ്റം ആണ് ഇവരിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിൽ പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് GIT ഇൻഫെക്ഷൻസ് ആണ് നോക്കിയത്. GIT ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം
ന്യൂറോ വൈറസ്, ആസ്ട്രോ വൈറസ്, റോട്ടാ വൈറസ്. ന്യൂറോ വൈറസ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഇൻ UK ആണ് എല്ലായിടത്തും എന്ന് പറഞ്ഞില്ല, ഇനി UK എന്ന് പറഞ്ഞു, അത് ശ്രദ്ധിക്കണം. പിന്നെ 24 to 48 hours ആണ് ഇതിന്റെ ഒരു എന്താ പറയുക ഇൻക്യുബേഷൻ പീരീഡ്. ദർ വിൽ ബി വോമിറ്റിംഗ് ആൻഡ് ഡയറിയ. ആൻഡ് ആസ്ട്രോ വൈറസ് അത് ഫീക്കൽ ഓറൽ റൂട്ട് ആണ്. 3 to 4 days ആണ് ഇതിന്റെ ഒരു എന്താ പറയാ ഇൻക്യുബേഷൻ പീരീഡ്. GIT സിംറ്റംസ് ആയിട്ടുള്ള മിക്കവാറും എല്ലാ സിംറ്റംസ്, ഡയറിയ, ഫീവർ, നോസിയ, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഒക്കെ ഇതിനും മാനിഫെസ്റ്റ് ചെയ്യും. റോട്ടാ വൈറസിനും ഈ സെയിം സിംറ്റംസ് ഉണ്ടാകും. ആൻഡ് പ്രൊമീനിയന്റ് ആയിട്ട് അതിൽ കാണുന്നതാണ് ഡിഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. വിന്റർ സീസണിലാണ് റോട്ടാ വൈറസ് കൂടുതലായിട്ടും ഇൻഫെക്ഷൻ സംഭവിക്കുന്നത്. 48 hours ആണ് ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസിലേക്ക് പോവാം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നതും ഒരു GIT ഇൻഫെക്ഷൻ, വൈറസ് ഇൻഫെക്ഷൻ, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. എസ്പെഷ്യലി നമ്മുടെ ലിവറിലാണ് ഹെപ്പറ്റൈറ്റിസ് വരുന്നത് അല്ലെ, അഫക്ട് ചെയ്യുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് മെയിൻലി ഹെപ്പറ്റൈറ്റിസ് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, പിന്നെ ഇയും ഉണ്ട്. അങ്ങനെ 5 ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ആണ് നമുക്ക് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൽ ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്നത് HAV, ഹെപ്പറ്റൈറ്റിസ് A വൈറസ് എന്നാണ് HAV കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫീൻസ്റ്റോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി 1973 ഫീൻസ്റ്റോൺ ആണ് അതിന്റെ ഫസ്റ്റ്, അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയാണ് കണ്ടെത്തുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഈ ഹെപ്പറ്റൈറ്റിസ് A വൈറസ് എന്ന് പറഞ്ഞാൽ പിക്കോർണ വൈറസ് ഫാമിലി, അതൊരു RNA വൈറസ് ഫാമിലിയാണ്. അതിൽ ഉൾപ്പെടുന്ന ഒരു വൈറസ് ആണ്, ഒരു RNA വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് A വൈറസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് Aയുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഫീക്കൽ ഓറൽ റൂട്ടിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ഹെപ്പറ്റൈറ്റിസ് A വൈറസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അത് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഫസ്റ്റ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും, അവിടെ നിന്ന് ബ്ലഡിലൂടെ ലിവറിൽ എത്തിയിട്ട് ലിവറിനെ ഇൻഫ്ലെയിം അഫക്ട് ചെയ്യുമ്പോഴാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവുന്നത്. സോ ഫസ്റ്റ് ഇത് ഇൻറ്റസ്റ്റൈൻ വഴിയാണ്, ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡ് വഴിയാണ് ലിവറിലേക്ക് എത്തുന്നത്. അപ്പം ഇതിന്റെ ഫസ്റ്റ് ഇത് എത്തുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈൻ ആണ്. ദെൻ ഇതിന്റെ ഒരു പ്രീ ഇക്ടറിക് ഫേസിൽ, അതായത് നമുക്ക് ഈ ബിലിറൂബിനൊക്കെ കൂടി കാണുന്ന മഞ്ഞപ്പിത്തം പോലെയൊക്കെ കാണുന്നതിന് മുമ്പുള്ള ഒരു ഫേസിൽ ഈ ഹെപ്പറ്റൈറ്റിസ് എയില് വിറീമിയ കാണപ്പെടുന്നുണ്ട്. ഇനി ഹെപ്പറ്റൈറ്റിസ് ടൈപ്പ് A എന്ന് പറയുന്നത് ഷെൽഫിഷ്, അതായത് കൂടുതലായിട്ടും ഈ ഷെൽഫിഷ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരെ റിലേറ്റഡ് ടു, ഇതിപ്പോ നമുക്ക് ഹെപ്പറ്റൈറ്റിസിന്റെ 5 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഷെൽഫിഷുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത് ടൈപ്പ് ഏതാന്ന് ചോദിച്ചാൽ അത് ഹെപ്പറ്റൈറ്റിസ് A ആണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ടൈപ്പ് A എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും എന്താ പറയുക ഈ ഷെൽഫിഷ് ഒക്കെ കഴിക്കുന്നവരിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ഹെപ്പറ്റൈറ്റിസ് A ഇൻഫെക്ഷനിൽ വന്നിട്ട് ഹെപ്പറ്റൈറ്റിസ് A വൈറസ് ഇതിനെതിരെയുള്ള ആന്റിബോഡിയാണ് anti-HIV എന്ന് പറയുന്നത്. anti-HIVയും അതുപോലെ തന്നെ നമ്മുടെ IgM എന്ന് പറയുന്ന ആന്റിബോഡി ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈ ഹെപ്പറ്റൈറ്റിസ് A ഇൻഫെക്ഷൻ വന്നിട്ട് അതിന്റെ ലേറ്റ് ആയിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡിലാണ് കൂടുതൽ ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഹെപ്പറ്റൈറ്റിസ് Aയുടെ നമ്മളിപ്പം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് A ആണോ എന്നറിയാൻ നമ്മൾ anti-HIV അതുപോലെ IgM ആന്റിബോഡീസിന്റെ ഒക്കെ ലെവൽ നോക്കും. അത് കൂടുതലായിട്ടും ഈ പറഞ്ഞ 2 സാധനങ്ങളും ഈ ഹെപ്പറ്റൈറ്റിസ് Aന്റെ വൈറസിന്റെ ലേറ്റ് ഇൻക്യുബേഷൻ പീരീഡിലാണ് കൂടുതലായിട്ടും കാണുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഹെപ്പറ്റൈറ്റിസ് A വൈറസിന്റെ ഡെമോൺസ്ട്രേഷൻ 1973 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കണ്ടെത്തിയത് ഫീൽഡ്സ്റ്റോൺ ആണ്. RNA വൈറസ് ആണ്, പിക്കോർണ വൈറസ് ഫാമിലിയിൽ പെടുന്ന അതൊരു RNA വൈറസ് ഫാമിലിയാണ്, അതിൽ പെടുന്ന ഒന്നാണ് HAV എന്ന് പറയുന്നത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വന്നിട്ട് ഫീക്കൽ ഓറൽ റൂട്ട് ആണ്. ആൻഡ് എത്തിയോപെത്തോജെനിസിസ് നോക്കുമ്പോൾ ഇത് എന്താ പറയാ ഇൻറ്റസ്റ്റൈനിൽ പോയി ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡ് വഴിയാണ് ലിവറിലേക്ക് എത്തുന്നത്. ഡയറക്റ്റ് ആയിട്ട് ലിവറിലേക്കല്ല പോകുന്നത്, അത് ഫസ്റ്റ് ഇൻറ്റസ്റ്റൈനിൽ വരും, ഇൻറ്റസ്റ്റൈനിലൂടെയാണ് ലിവറിലേക്ക് എത്തുന്നത്. Then during pre-icteric phase of this HAV, there will be viremia, and this hepatitis type A is most commonly seen in people who are eating shellfish. Okay, it's associated with the shellfish. Okay, anti-HIV and IgM antibodies are increased during the late incubation period of this HIV infection. Okay, അപ്പൊ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് HBV അഥവാ ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷനെ കുറിച്ച് നോക്കാം. അതാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ദീസ് വൈറസ് ഈസ് ഓൾസോ കാൾഡ് ഡെയിൻ പാർട്ടിക്കിൾ. ഈ ഹെപ്പറ്റൈറ്റിസ് B അഥവാ HBVനെ
പറയുന്ന മറ്റൊരു പേരാണ്, ഇതിനെ അറിയപ്പെടുന്ന, ഈ വൈറസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡെയിൻ പാർട്ടിക്കിൾ. അപ്പൊ ഡെയിൻ പാർട്ടിക്കിൾ എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് പറഞ്ഞിട്ട് ഹെപ്പറ്റൈറ്റിസിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസും നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിരുന്നാൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത് ബി ആണ് ഡെയിൻ പാർട്ടിക്കിൾ ആയിട്ട് അറിയപ്പെടുന്നതെന്ന് ഓർക്കണം. ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് 1965 ബ്ലംബർഗ് എന്ന് പറയുന്ന, ബ്ലംബർഗും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വർക്കേഴ്സും ചേർന്നിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ക്രോണിക് ലിവർ ഡിസീസസ് ആൻഡ് ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ. അപ്പൊ ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമയുടെയും അതുപോലെ തന്നെ നമ്മൾ ലിവർ ഒക്കെ പഠിക്കുമ്പം ഏതൊരു ലിവർ ഡിസീസിന്റെയും ഒക്കെ ഒരു കോമൺ കോസ്, എല്ലാത്തിലും നമ്മൾ കോസ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ആണ്. സോ ഹെപ്പറ്റൈറ്റിസ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം അത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ലിവർ ഡിസീസസ് ആൻഡ് ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ ഓർ HBV ആണ്. ഇതിന്റെ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സിംറ്റമാറ്റിക് അല്ല, അസിംറ്റമാറ്റിക് ആണ്. പലപ്പോഴും ലക്ഷണങ്ങളൊന്നും പ്രകടമായിട്ട് കാണിക്കുന്നില്ല. ട്രാൻസ്മിഷനിലേക്ക് വരുമ്പം കൂടുതലായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ വെർട്ടിക്കൽ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ, 90% വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബിന് കാണിക്കുന്നത്. ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ 10% ഉള്ളൂ. ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ലേഡി അല്ലെങ്കിൽ ഒരു HBS AG എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എന്താ പറയുക, ഹെപ്പറ്റൈറ്റിസ് ബി എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ആന്റിജൻ ആണ് HBS AG എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിന്റെ സർഫസ് ആന്റിജൻ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്ന മദേഴ്സിലാണ് കൂടുതലായിട്ടും ഇതിന്റെ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്മമാരിൽ HBS AG നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. HBS AG ആണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിന്റെ ഇൻഡിക്കേറ്റർ. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ അഥവാ HBS AG ആണ്. ആൻഡ് ദീസ് ഹെപ്പറ്റൈറ്റിസ് B surface antigen or HBS AG appears in the late incubation period. Late incubation period ആണ് ഇത് ബ്ലഡിൽ അപ്പിയർ ആകുന്നതും. ഓക്കെ, സോ ദിസ് വൈറസ് ഈസ് ഓൾസോ കാൾഡ് ഡെയിൻ പാർട്ടിക്കിൾ. 1965 ബ്ലംബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഇത്, ബ്ലംബർഗ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കോ വർക്കേഴ്സും കൂടെ ചേർന്നിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് കോമൺ കോസ്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ക്രോണിക് ലിവർ ഡിസീസസ് ആൻഡ് ഹെപ്പാറ്റോ സെല്ലുലാർ carcinoma, and the acute infection is asymptomatic. Horizontal transmission only 10%, vertical transmission ആണ് 90% കാണപ്പെടുന്നത്. HBS അഥവാ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ ഇങ്ങനെയുള്ള അമ്മമാരിൽ പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദീസ് സർഫസ് ആന്റിജൻ വിച്ച് ഈസ് ദ ഇൻഡിക്കേറ്റർ ഓഫ് ദ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് during the late incubation period of this virus. Okay, ഇത് അടുത്ത് നമ്മൾ എന്ന് പറയുന്നത് ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലെ ഇൻഫെക്ഷന്റെ കുറച്ച് ഫേസസ് ഉണ്ട്. അതായത് 5 ഫേസിലൂടെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഇങ്ങനെ കടന്നു പോകുന്നത്. ആ ഫേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആ ഫേസിന്റെ പേര് ഞാൻ പറയാം. ഫസ്റ്റ് ഫേസ് ഈസ് ഇമ്മ്യൂൺ ടോളറന്റ് ഫേസ്. നെക്സ്റ്റ് ഈസ് ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസ്. നെക്സ്റ്റ് ഈസ് ഇനാക്റ്റീവ് കാരിയർ ഫേസ്. Next is HBeAg negative chronic hepatitis phase, and last one is HBsAg negative phase. ഇങ്ങനെ 5 ഫേസസിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇമ്മ്യൂൺ ടോളറൻറ്റ് ഫേസ് ഉണ്ടാവും. ഫസ്റ്റ് ഫേസ് ഏതാണ്? ഇമ്മ്യൂൺ ടോളറൻറ്റ് ഫേസ് ആണ്. സെക്കൻഡ് ഫേസിൽ ആദ്യം ഇമ്മ്യൂൺ ടോളറൻറ്റ് ഫേസ്, പിന്നെ അങ്ങോട്ട് ഇമ്മ്യൂൺ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസ് ആവും. പിന്നെ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് കാരിയർ ഫേസ് ആയിട്ട് മാറും. പിന്നെ ഈ HBeAg നെഗറ്റീവ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഫേസ് ആയിട്ട് മാറും. പിന്നെ HBsAg നെഗറ്റീവ് ഫേസ് ആയിട്ട് മാറും. ഇങ്ങനെ 5 ഫേസസിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ കടന്നു പോകുന്നത്. ഇതിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും HBsAg, HBeAg, ആന്റി HBeAg, വൈറൽ ലോഡ് ആൾട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ സംഭവം എന്ന് ജസ്റ്റ് ഞാനൊന്ന് ഫസ്റ്റ് ഓഫ് ഓൾ പറയാം. HBsAg ഞാൻ ഫസ്റ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൽ കാണുന്ന ഒരു സർഫസ് ആന്റിജൻ ആണ് HBsAg എന്ന് പറയുന്നത്. നമുക്ക് കറണ്ട് ആയിട്ട് നമുക്ക് ഇപ്പം അറ്റ് പ്രസന്റ് നമുക്ക് ഈ ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് HBsAg ടെസ്റ്റ് നടത്തുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് HBsAg എന്ന് പറയുന്നത്.
പിന്നെ അടുത്ത് നമുക്ക് HBeAg കാണാൻ പറ്റും. HBeAg എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ കാണപ്പെടുന്ന HBcAg എന്ന് പറയുന്ന ഒരു എന്താ പറയുക റീഡിംഗ് ഫ്രെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വൈറൽ പ്രോട്ടീൻ ആണ് HBeAg എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ ഈ HBeAg പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് ഇതൊക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ HBeAg പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അറ്റ് ദാറ്റ് ടൈം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, വൈറൽ റിപ്ലിക്കേഷൻ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. HBsAg എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് ആണ് കാണിച്ചു തരുന്നതെങ്കിൽ HBeAg എന്ന് പറയുന്നത് വൈറസിന്റെ ഇൻഫെക്ഷൻ ഉള്ളിലുണ്ട്, മാത്രമല്ല വൈറസ് നന്നായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആന്റി HBeAg എന്ന് പറയുന്നത് നമ്മൾ ഈ HBeAg ഉണ്ടല്ലോ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി ആന്റിജൻ, ഈ ആന്റിജന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആന്റിബോഡിയാണ് ആന്റി HBeAg എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വൈറൽ ലോഡ് ടെസ്റ്റ്. അതൊരു ടെസ്റ്റ് ആണ്. വൈറൽ ലോഡ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് DNA ക്വാണ്ടിഫിക്കേഷൻ ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ബ്ലഡിൽ, അതായത് പേഷ്യന്റിന്റെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് ഉള്ള ഒരു പേഷ്യന്റിന്റെ ബ്ലഡിൽ എത്രത്തോളം എമൗണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ DNA ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് വൈറൽ ലോഡ് ടെസ്റ്റ് നടത്തുന്നത്. പിന്നെ ആൾട്ട് അഥവാ ALT എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു പേരാണ്. ആൾട്ട് എന്ന് പറയുന്നത് എന്താ, അലാനിൻ ട്രാൻസാമിനേസ്, അതായത് SGPT, നമ്മുടെ സെറം ഗ്ലൂട്ടാമേറ്റ് പൈറുവേറ്റ് ട്രാൻസാമിനേസ് എന്ന് പറയുന്ന SGPT ആണ് ആൾട്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ ലിവറിൽ തന്നെ കാണുന്ന ഒരു എൻസൈമാണ്. അത് വെച്ചിട്ട് നമ്മൾ ലിവറിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു സംഭവമാണ് SGPT എന്ന് പറയുന്നത്. 7 to 56 യൂണിറ്റ് പെർ ലിറ്റർ ആണ്. ബ്ലഡ് സെറത്തിൽ ഇത്രയാണ് അതിന്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത്, 7 to 56 യൂണിറ്റ് പെർ ലിറ്റർ ഓഫ് ബ്ലഡ് സെറം. ഓക്കെ, സോ ഇത് ജസ്റ്റ് അതെന്താ, ഇത് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നിർത്തിയത്. പിന്നെ അപ്പോ ഇമ്മ്യൂൺ ടോളറന്റ് ഫേസിൽ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ പോസിറ്റീവ് ആയിരിക്കും. HBsAg പോസിറ്റീവ് ആകുന്നത് അവസാനത്തെ ഒരു സ്റ്റേജ് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേജിലും ഫേസിലും HBsAg പോസിറ്റീവ് ആയിരിക്കും. HBeAg എന്ന് പറയുന്നത്, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി ആന്റിജൻ എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് ഫേസിൽ, ആദ്യത്തെ രണ്ട് ഫേസ്, ദാറ്റ് ഈസ് ഇമ്മ്യൂൺ ടോളറന്റ് ഫേസിലും ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസിലും മാത്രമേ HBeAg പോസിറ്റീവ് ആവുകയുള്ളൂ. HBsAg ആണെങ്കിൽ ആദ്യത്തെ 4 ഫേസിലും പോസിറ്റീവ് ആണ്, ലാസ്റ്റ് ഫേസിൽ നെഗറ്റീവ് ആണ്. അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ആന്റി HBe ആന്റിബോഡി, അതായത് ഈ ആന്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതായത് ഫസ്റ്റ് 2 ഫേസിൽ ഈ HBe ആന്റിജൻ പോസിറ്റീവ് ആയിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഇതിന്റെ തന്നെ ആന്റിബോഡി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോ HBeAg പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേജില് HBeAb എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ താഴോട്ട് പോകുമ്പോൾ വൈസ് വേഴ്സ ആയിട്ടോ, അത് കണ്ടോ, HBeAg നെഗറ്റീവ് ആകുമ്പോൾ താഴോട്ടുള്ള 3 സ്റ്റേജിൽ നെഗറ്റീവ് ആണ്, അപ്പോൾ ഇത് പോസിറ്റീവ് ആകുന്നുണ്ട്. സോ അത് ഓർക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ വൈറൽ ലോഡ് ടെസ്റ്റ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ DNA എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ DNA ഏറ്റവും കൂടുതൽ ബ്ലഡിൽ കാണുന്നത് ഇമ്മ്യൂൺ ടോളറന്റ് ഫേസിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് കുറയും. ഇമ്മ്യൂൺ റിയാക്റ്റീവ് ആകുമ്പോൾ 2+ ഉള്ളൂ കണ്ടോ. പിന്നെ ഇനാക്റ്റീവ് കാരിയർ ഫേസ് ആകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പിന്നെ HBeAg നെഗറ്റീവ് ക്രോണിക് ഫേസ് 4th ഫേസ് ആകുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും, അതായത് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് ഫേസിലും അങ്ങനെ തന്നെ ആയിരിക്കും. സോ അടുത്തതായിട്ട് നമുക്ക് SGPT ലെവൽസിന്റെ വേരിയേഷൻസ് ഒന്ന് നോക്കാം. ഇമ്മ്യൂൺ ടോളറന്റ് ഫേസിൽ SGPT അഥവാ അലാനിൻ ട്രാൻസാമിനേസിന്റെ ലെവൽ നോർമൽ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ലോ ആയിരിക്കും, ഒരിക്കലും കൂടുതലായിരിക്കത്തില്ല. സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസ്, അതായത് HBeAg പോസിറ്റീവ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഫേസ്, ഓക്കെ, ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസ്, അതിലാണ് ഈ ഒരു
SGPT റൈസ് ആയിട്ട് കാണപ്പെടുന്ന ഫേസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇവര് SGPT ഹെപ്പറ്റൈറ്റിസ് ഉള്ള വ്യക്തികളിൽ SGPT ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കുമ്പോൾ അത് റൈസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് ഫേസിലാണെന്നുള്ളത് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനാക്റ്റീവ് കാരിയർ ഫേസ് ആകുമ്പം നോർമൽ ആയിരിക്കും. ഫോർത്ത് ഫേസിൽ വരുമ്പോഴും ചെറുതായിട്ടൊന്ന് കൂടും. ബട്ട് ഏറ്റവും കൂടുതൽ റൈസ് ആയിട്ടിരിക്കുന്നത് സെക്കൻഡ് ഫേസിലാണ്. പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഫോർത്ത് ഫേസിൽ ഈ ആൾട്ട് അഥവാ അലാനിൻ ട്രാൻസ്അമിനേസ് SGPT എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. കൂടിയും കുറഞ്ഞും ഇങ്ങനെ മാറിക്കൊണ്ടൊരു ഭയങ്കര വേരിയേഷൻ കാണിക്കുന്ന ഒരു ഫേസ് ആണ് ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് HBsAg നെഗറ്റീവ് ഫേസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസിന്റെ സർഫസ് ആന്റിജൻ ലാസ്റ്റ് നെഗറ്റീവ് ആവുമല്ലോ, ആ ഒരു ഫേസിൽ ഇതെന്തായിരിക്കും, നോർമൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹിസ്റ്റോളജിക്കലി ഇതിൽ കാണുന്ന ചേഞ്ചസ് നോക്കാം. ഫസ്റ്റ് ഫേസിൽ നോർമൽ അല്ലെങ്കിൽ മിനിമൽ ആയിട്ടുള്ള നെക്രോ ഇൻഫ്ലമേഷൻ നമുക്ക് കാണും. നെക്രോസിസ് വിത്ത് ഇൻഫ്ലമേഷൻ നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് ഫേസ് വരുമ്പം ദർ വിൽ ബി മോഡറേറ്റ് ഓർ സിവിയർ നെക്രോ ഇൻഫ്ലമേഷൻ. തേർഡ് ഫേസ് ഓൾസോ ദർ വിൽ ബി നോർമൽ ഓർ മിനിമൽ നെക്രോ ഇൻഫ്ലമേഷൻ. ഫോർത്ത് ഫേസിലും മോഡറേറ്റ് ഓർ സിവിയർ നെക്രോ ഇൻഫ്ലമേഷൻ. HBsAg നെഗറ്റീവ് ഫേസ് ആവാം. അപ്പൊ നമുക്ക് വൈറസിന്റെ സർഫസ് ആന്റിജൻ ഇല്ലല്ലോ, അപ്പൊ അസുഖം ഇല്ലല്ലോ, അപ്പൊ നോർമൽ ആയിരിക്കും. ഓക്കെ, സെൽസ് നോർമൽ ആയിരിക്കും. സോ നെക്രോസിസ് വിത്ത് ഇൻഫ്ലമേഷൻ, അതാണ് ഹെപ്പറ്റൈറ്റിസിന്റെ സെൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി നെക്രോസിസ് വിത്ത് ഇൻഫ്ലൈംഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. ആൻഡ് കുറച്ച് നെക്രോസിസും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊലോങ്ഡ് ഇൻ പെരിനേറ്റലി ഇൻഫെക്റ്റഡ് individuals or may be short or absent in infected as an adult. High viral load and so very infectious. അപ്പം ഏറ്റവും വൈറൽ ലോഡ് കൂടുതലും ഹൈലി ഇൻഫെക്ഷ്യസും ആയിട്ടുള്ള ഫേസ് ആണ് ദീസ് ഇമ്മ്യൂൺ ടോളറൻറ്റ് ഫേസ് എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് അത് തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചകൾ തൊട്ട് വർഷങ്ങൾ വരെ എടുക്കാം. ഈ ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസ് ആണ് എന്തുണ്ടാക്കുന്നത്, ഇറ്റ് കോസസ് എന്താ പറയാ ഹൈ റിസ്ക് ഓഫ് സിറോസിസ്. സിറോസിസിന്റെ ഹൈ റിസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസിലാണ് കാണുന്നത്. ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് സ്പോണ്ടേനിയസ് ലോസ് ഓഫ് HBeAg വിത്ത് സെറോ കൺവേർഷൻ ടു ആന്റി HBeAb പോസിറ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, അതിന്റെ ഒരു ചാൻസ് HBeAgന്റെ ലോസ് കൂടാൻ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ലോസ് കൂടാനുള്ള ചാൻസ് കൂടുതൽ. അത് നമ്മൾ അവിടെ വലുതായിട്ട് ഓർക്കേണ്ട കാര്യമില്ല. ദീസ് ഹൈ റിസ്ക് ഓഫ് സിറോസിസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസിലാണ് കൂടുന്നത്. തേർഡ് ഫേസിലേക്ക് വരുമ്പോൾ ഹൈ റിസ്ക് ഓഫ് സെറോസിസ് മാത്രമല്ല ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയും കൂടിയുണ്ട്. അത് മൂന്നാമത്തെ ഫേസിലേക്ക് വരുമ്പം ഈ സെറോസിസിന്റെ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയുടെ റിസ്ക് കുറയുകയാണ്. ഓക്കെ, ദെൻ ഫോർത്ത് ഫേസിലേക്ക് വരുമ്പോൾ may represent late immune reactivation or presence of pre-core mutant HBV, high risk of cirrhosis. അപ്പം അതും ഹൈ റിസ്ക് ഓഫ് സിറോസിസ് ഓർ ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമയാണ് കാണിക്കുന്നത്. സോ കോമൺലി നമ്മൾ ജനറലി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇതിന് നമുക്ക് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഉള്ള ഇൻഫെക്ഷൻ വന്ന ഒരാൾക്ക് ലിവർ സിറോസിസും ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമയും വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് അത് ഹെപ്പറ്റൈറ്റിസിന്റെ ഫോർത്ത് ഫേസിലും സെക്കൻഡ് ഫേസിലുമാണ് ഇതിനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. തേർഡ് ഫേസിൽ ലോ റിസ്ക് ആണ് കാണിക്കുന്നത്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ഫേസ് ആകുമ്പം അൾട്രാ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് മേ ഡിറ്റക്ട് ലോ ലെവൽ HBV. അതിന്റെ വൈറസ് സർഫസ് ആന്റിജൻ നെഗറ്റീവ് ആവുന്നതുകൊണ്ട് ഈ വൈറസിന്റെ എമൗണ്ട് കുറവായിരിക്കുമല്ലോ, അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫേസ് ആണ്. സോ ഈ നമ്മൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഇൻഫെക്ഷന്റെ 5 ഫേസസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഇമ്മ്യൂൺ ടോളറൻറ്റ് ഫേസ്, ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസ്, ഇനാക്റ്റീവ് കാരിയർ ഫേസ്, HBeAg നെഗറ്റീവ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഫേസ്, HBsAg നെഗറ്റീവ് ഫേസ്. HBsAg എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് സർഫസ് ആന്റിജൻ, അത് ആദ്യത്തെ 4 ഫേസിലും പോസിറ്റീവ് ആയിരിക്കും. HBeAg എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് BE ആന്റിജൻ, അത് ആദ്യത്തെ 2 ഫേസിലാണ് പോസിറ്റീവ് ആയിട്ട് വരിക. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദ ആന്റിബോഡി ടു ദീസ് ഈ ആന്റിജൻ ഈസ് നെഗറ്റീവ്.
വൈറൽ ലോഡ് ഏറ്റവും കൂടുതൽ, വൈറൽ ലോഡ് മീൻസ് എമൗണ്ട് ഓഫ്, അതായത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉള്ള പേഷ്യന്റിന്റെ ബ്ലഡിൽ കാണുന്ന എമൗണ്ട് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് DNA ആണ് നമ്മൾ വൈറൽ ലോഡ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഫസ്റ്റ് ഇമ്മ്യൂൺ ടോളറൻറ്റ് ഫേസിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ആൻഡ് ഹൈ റിസ്ക് ഓഫ് സിറോസിസ് ആൻഡ് ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറയുന്നത് phase 2-ലും phase 4-ലുമാണ്. ലോ റിസ്ക് ഓഫ് സിറോസിസ് ആൻഡ് ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് കാരിയർ ഫേസ് ഓർ എന്താ പറയാ തേർഡ് ഫേസിലാണ് കാണപ്പെടുന്നത്. ആൻഡ് ഹിസ്റ്റോളജിക്കലി അപ്പം ഇനി SGPT ലെവൽ റേസ് ആയി കാണപ്പെടുന്നത് ഏത് ഫേസിലാണ്, വിച്ച് ഫേസ് റേസ്ഡ് ആയിട്ട് കാണുന്നത്? ദാറ്റ് ഈസ് ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസിലാണ് ആൾട്ട് അഥവാ SGPT റേസ്ഡ് ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ഹൗ ടു ഇന്റർപ്രറ്റ് ദ സെറോളജിക്കൽ ടെസ്റ്റ് ഓർ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ നമ്മൾ അത് തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഇൻക്യുബേഷൻ പീരീഡിൽ HBsAg പോസിറ്റീവ് ആയിരിക്കും. ആന്റി HBC IgM, അതായത് ആന്റി HBC എന്ന് പറയുന്നത് ടോട്ടൽ ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആന്റിബോഡിയാണ്. ഹെപ്പറ്റൈറ്റിസ് ബിന്റെ കോറിൽ കാണപ്പെടുന്ന ആന്റിബോഡി, ആ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആന്റിബോഡിയാണ് നമ്മൾ ആന്റി HBC എന്ന് പറയുന്നത്. അത് ഹെപ്പറ്റൈറ്റിസ് ബിന്റെ ആ ഒരു ഓൺസെറ്റിലാണ് അപ്പിയർ ആവുന്നത്. സിംറ്റംസ് ഒക്കെ തുടങ്ങുന്ന സമയത്താണ് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് പ്രസൻസ് ഇൻഡിക്കേറ്റ്സ് വാട്ട് ദ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷന്റെ ഒരു പ്രീവിയസ് ആയിട്ട് അവർക്ക് ആ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആന്റി HBC IgM എന്ന് പറയുന്നത്. ആൻഡ് ആന്റി HBC IgM എന്ന് പറയണേ എന്താ പറയാ ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആന്റിബോഡി ടു IgM ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ്. അതുപോലെ തന്നെ അതായത് ഇതിന്റെ കോറിലോട്ട് IgM ആന്റിബോഡിയും IgG ആന്റിബോഡിയും ബൈൻഡ് ചെയ്ത് ഒരു അവസ്ഥയാണ് പറയുന്നത്. അത് ഇൻക്യുബേഷൻ പീരീഡിൽ ഈ ആന്റി HBC IgMഉം HBsAgയും പോസിറ്റീവ് ആയിരിക്കും. ആന്റി HBC IgG നെഗറ്റീവ് ആയിരിക്കും. ആന്റി HBC IgG പോസിറ്റീവ് ആവുന്നത് ഇതിന്റെ ഒരു കൺവാലസൻസ് പീരീഡിലും ഇൻഫെക്ഷൻ വന്നിട്ട് പോയ ശേഷവും ഒക്കെയാണ്. ഇതിന്റെ കുറച്ച് നാൾ ഇതിങ്ങനെ റൈസ്, അപ്പം ഒരു വ്യക്തിക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് പോയാലും ഇച്ചിരി നാള് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക്, ഇപ്പൊ ചിക്കൻ ഗുനിയൊക്കെ വന്നിട്ട് പോകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ പേഷ്യൻസിലും കാണപ്പെട്ട് വരുന്നുണ്ട്. ഇതില് ഈ ഒരു പോർഷൻ ഇവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഏതിലാ കൂടുന്നത്, ഏതിലാ കുറവുള്ളത്, അല്ലെങ്കിൽ ഇതിലിപ്പം ലിവർ സിറോസിന്റെ റിസ്ക് ഉള്ളത് ഏതിനാണ്, ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ കൂടുതലായിട്ട് അതിന്റെ റിസ്ക് ഉള്ളത് എവിടെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ SGPT ലെവൽ ഏത് ഫേസിലാണ്, ഹെപ്പറ്റൈറ്റിസ് ബിന്റെ ഏത് ഫേസിലാണ് കൂടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ ഇവിടെ പറഞ്ഞത്. അപ്പം ഇത്രയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ നമുക്ക് പറയാനുള്ളത്. വൈറസ് ഈസ് ഓൾസോ കാൾഡ് ഡെയിൻ പാർട്ടിക്കിൾ. 1965 ബ്ലംബർഗ് ആൻഡ് കോ വർക്കേഴ്സ് ചേർന്നിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ലിവർ ഡിസീസ് ആൻഡ് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ. അക്യൂട്ട് ഇൻഫെക്ഷൻ ഈസ് അസിംപ്റ്റമാറ്റിക്. ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ 10% ആണ്. വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ വന്നിട്ട് 90% ആണ്. അങ്ങനെയുള്ള മദേഴ്സിൽ HB അതായത് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ദ ഇൻഡിക്കേറ്റർ ഫോർ വിച്ച് അപ്പിയേഴ്സ് ഇൻ ദ ലേറ്റ് ഇൻക്യുബേഷൻ പീരീഡ്. പിന്നെ ഇതിൽ നമുക്ക് 5 ഫേസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിന് 5 ഫേസ് ഉണ്ടെന്നും ഓരോ ഫേസിലും ഇതിന്റെ ഏതൊക്കെ ടെസ്റ്റുകൾ പോസിറ്റീവ് ആകും നെഗറ്റീവ് ആകും എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 5 ഫേസിന്റെ പേര് നമ്മൾ അറിയണം. ഈ പറഞ്ഞ ടെസ്റ്റുകൾ പോസിറ്റീവ് ആവുന്നതെപ്പോ നെഗറ്റീവ് ആവുന്നതെപ്പോ, അല്ലെങ്കിൽ ഇത് കാരണം ഉണ്ടാവുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതായത് in which phase the എന്താ പറയാ risk of hepatocellular carcinoma or liver cirrhosis എന്താ പറയാ increased in hepatitis B virus infection എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡും അതുപോലെ തന്നെ ഫോർത്തും ആണെന്ന് നമുക്കറിയാം. അതുപോലെ പലതരത്തിലും ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി കാണും. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിന്റെ ഏത് ഫേസിലാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിൽ ആണ് നമുക്ക് SGPT കൂടുതലായിട്ട് കാണപ്പെടുന്നത്, അതൊരു പോയിന്റ് ആണ്. ഇങ്ങനെയുള്ള കുറെ പോയിന്റ്സുകൾ നമുക്ക് ഇതിലുണ്ട്. അപ്പം ഈ ടേബിൾ നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്.
ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് അഥവാ HCV ഇൻഫെക്ഷൻ നോക്കാം. RNA ഫ്ലേവി വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. RNA ഫ്ലേവി വൈറസ് ആൻഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഫോർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഈ വൈറസിന്റെ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഫോർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എലീസ ടെസ്റ്റ് ആണ്. HCV ആന്റിബോഡീസും വൈറൽ ക്ലിയറൻസിന് ശേഷമാണ് ഇതിൽ അപ്പിയർ ചെയ്യുന്നത്. SGPTയും SGOTയും ബിറ്റ്വീൻ 50 to 200 ആയിരിക്കും ഇതിൽ കാണുന്നത്. മോസ്റ്റ് കോമൺ സ്കോറിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇൻഫെക്ഷൻ ഈസ് മെറ്റാവിർ സിസ്റ്റം. സ്പെല്ലിംഗ് തെറ്റുണ്ട്, മെറ്റാവിർ സിസ്റ്റം എന്നാണ്. മോസ്റ്റ് കോമൺ സ്കോറിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇൻഫെക്ഷൻ ഈസ് മെറ്റാവിർ സിസ്റ്റം. സോ ഇറ്റ് ഈസ് ആൻ RNA ഫ്ലേവി വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. സ്റ്റാൻഡേർഡ് മെത്തേഡ് ഫോർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എലീസ ടെസ്റ്റ് ആണ്. HCV ആന്റിബോഡീസ് അപ്പിയർ ആഫ്റ്റർ വൈറൽ ക്ലിയറൻസ്. SGOT, SGPT എന്ന് പറയുന്നത് 50 to 200 എന്ന് പറയുന്ന റേഞ്ചിന് ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ സ്കോറിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇൻഫെക്ഷൻ ഓർ HCV എന്ന് പറയുന്നത് മെറ്റാവിർ സിസ്റ്റം ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് ഇൻഫെക്ഷൻ. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസിന്റെ ഇൻഫെക്ഷനെ കുറിച്ച് പറയുമ്പോൾ അതൊരു RNA വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് തിരിച്ചറിയുന്നത് anti-HTV എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് ഇൻഫെക്ഷൻ ഉള്ളവരിൽ anti-HTV എന്ന് പറയുന്ന ആന്റിബോഡി പോസിറ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട്. സോ ഇത്രയാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനും മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും വരുന്നില്ല. ഹെപ്പറ്റൈറ്റിസ് ബി സിയും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. സോ ഹെപ്പറ്റൈറ്റിസ് ഒന്നും കൂടി പറയാം. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. 5 ടൈപ്സ് ആണുള്ളത്. ഡെമോൺസ്ട്രേഷൻ 1973 ഫീൻസ്റ്റോൺ യൂസിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. RNA വൈറസ് ആണ് ഫ്രം പിക്കോർണ വൈറസ് ഫാമിലി. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഫീക്കൽ ഓറൽ റൂട്ട്, അതായത് നമ്മൾ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെയും ഒക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഇൻഫെക്ഷൻ വരുന്നത്. എത്തിയോപത്തോജനസിസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇത് എത്തുന്നത് ഇൻഡസ്റ്റൈൻ ആണ്. അവിടുന്ന് ബ്ലഡ് വഴി ലിവറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് വിറീമിയ occurs during the pre-icteric phase and hepatitis type A is most commonly seen in the people who are eating shellfish. Okay, anti-HCV and IgM antibodies appear in the late incubation period. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ എന്തായിരുന്നു പറഞ്ഞത്? ഓൾസോ കാൾഡ് ഡെയിൻ പാർട്ടിക്കിൾ. 1965 ബ്ലംബർഗ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ക്രോണിക് ലിവർ ഡിസീസസ് ആൻഡ് ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ. അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. കൂടുതലായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ 90% വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ആണ് കാണിക്കുന്നത്. HBsAg പോസിറ്റീവ് മദർ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ദ ഇൻഡിക്കേറ്റർ. HBsAg ആണ് ഇൻഡിക്കേറ്റർ ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. സോ നമ്മൾ ഒത്തിരി ടെസ്റ്റുകൾ HBsAg, HBeAg, anti-HBeAg എന്നൊക്കെ പറഞ്ഞ് വൈറൽ ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു നേരത്തെ. പക്ഷെ ഇൻഡിക്കേറ്റർ ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും HBsAg ആണ്. ആൻഡ് ദീസ് HBsAg in hepatitis B virus it appears in the late incubation period. പിന്നെ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷന്റെ, അതായത് HBV വൈറസ് ഇൻഫെക്ഷന്റെ 5 ഫേസസും അതിൽ കാണുന്ന മറ്റ് ടെസ്റ്റുകളിലൊക്കെ കാണുന്ന വേരിയേഷൻസുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇമ്മ്യൂൺ ടോളറൻറ്റ് ഫേസ്, ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസ്, ഇനാക്റ്റീവ് കാരിയർ ഫേസ്, HBeAg നെഗറ്റീവ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഫേസ്, HBsAg നെഗറ്റീവ് ഫേസ്. മീൻസ് ആ ഒരു ലാസ്റ്റ് ഫേസ് ആകുമ്പോൾ HBsAg നെഗറ്റീവ് ആവും. ദാറ്റ് ഈസ് ഈ വൈറസിൻ്റെതായുള്ള സർഫസ് ആന്റിജൻസ് ഒന്നും ഇല്ല, നെഗറ്റീവ് ആയി കഴിഞ്ഞു. അത് അസുഖം മാറുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, ഇമ്മ്യൂൺ ടോളറൻറ്റ് ഫേസിൽ HBsAg പോസിറ്റീവ് ആയിരിക്കും. ഇമ്മ്യൂൺ റിയാക്റ്റീവിൽ HBsAg പോസിറ്റീവ് ആയിരിക്കും. ഇനാക്റ്റീവ് കാരിയർ ഫേസിലും HBeAg നെഗറ്റീവ് ക്രോണിക് ഹെപ്പറ്റൈറ്റിക് ഫേസിലും HBsAg പോസിറ്റീവ് ആയിരിക്കും. HBeAg പോസിറ്റീവ് ആവുന്നത് ഇമ്മ്യൂൺ ടോളറൻറ്റ് ഫേസിലും ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസിലും
പോസിറ്റീവ് ആയിരിക്കും. അറ്റ് ദാറ്റ് ടൈം ആന്റി HBe ആന്റിബോഡി നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് HBeAg നെഗറ്റീവ് ആവുമ്പോൾ ആന്റിബോഡി ഇതിനെതിരെയുള്ള ആന്റിബോഡീസ് പോസിറ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട്. വൈറൽ ലോഡ് ടെസ്റ്റ് ഏറ്റവും കൂടുതൽ ബ്ലഡ് സെറത്തില് ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് ബിന്റെ വൈറസിന്റെ DNA കാണുന്നത് ഫസ്റ്റ് ഫേസിലാണ്, ഇമ്മ്യൂൺ ടോളറൻറ്റ് ഫേസിലാണ്. 3+ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കൂടുതൽ കാണിക്കുന്നത് ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസിലാണ്. അതുപോലെ തന്നെ SGPT ഏറ്റവും കൂടുതൽ ഉയർന്നു കാണുന്നത് ഇമ്മ്യൂൺ റിയാക്റ്റീവ് ഫേസിലാണ്. Then ഹിസ്റ്റോളജിക്കലി ദർ വിൽ ബി നെക്രോ ഇൻഫ്ലമേഷൻ. അത് ഓരോ ഫേസിലും മോഡറേറ്റ് എന്ന് പറയാൻ നോർമൽ ടു പിന്നെ സിവിയർ വരെ വ്യത്യാസം വന്നുകൊണ്ടിരുന്നേക്കാം. പക്ഷെ ജനറലി നെക്രോ ഇൻഫ്ലമേഷൻ ആണ് അവിടെ കാണുന്നത്. ആൻഡ് പിന്നെ ഇതിന്റെ ഒരു ഇപ്പം സെറോസിസ്, ലിവർ സെറോസിസും ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമയും വരാൻ സാധ്യത കൂടുതൽ കാണിക്കുന്നത് സെക്കൻഡ് ഫേസ് ആൻഡ് എന്താ പറയാ ഫോർത്ത് ഫേസ് ആണ് കൂടുതലായിട്ട് ഇതിനുള്ള സാധ്യതകൾ കാണിക്കുന്നത്. ബാക്കി ഫേസിലൊന്നും ലോ റിസ്ക് കാണിക്കുന്നത് ഇനാക്റ്റീവ് കാരിയർ ഫേസിലുമാണ്, അത്ര ഓർക്കുക. പിന്നെ ഹൈ വൈറൽ ലോഡ് കാണിക്കുന്നത് ഏതാണ്? ഫസ്റ്റ് ഫേസിലുമാണ്. പിന്നെ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, അതായത് ഇവിടെ നമ്മൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷന്റെ കുറച്ച് ഫേസസും കാര്യങ്ങളും പറഞ്ഞു. ദിസ് വൺ ഈസ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അതായത് HBsAg നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ആന്റി HBc IgMഉം ആന്റി HBc IgGയും ആന്റി HBsഉം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അത് ഓരോന്നും ഏതൊക്കെ സ്റ്റേജിൽ പോസിറ്റീവ് ആകുന്നുവെന്നും ഏതൊക്കെ സ്റ്റേജിൽ നെഗറ്റീവ് ആകുന്നു എന്നുമാണ് മനസ്സിലാക്കുന്നത്. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിൽ, അതായത് വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡിലും അതിന്റെ ഏർലി അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് പീരീഡിലും ഒക്കെ HBsAg എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഇതിനെതിരെയുള്ള ആന്റിബോഡി എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ പീരീഡിലും ഈ പറഞ്ഞ പോലെ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിന്റെ ഏർലി ആയിട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതിലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന് ഉപയോഗിക്കുന്ന സെറോളജിക്കൽ ടെസ്റ്റുകളും അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനുമാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ ഇൻഫെക്ഷൻ ആണ് പഠിച്ചത്. ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ആൻ RNA flavivirus and the standard method of diagnosis of the hepatitis C virus is which is the standard method of diagnosis? It is ELISA test. Then anti-HCV antibodies appear after viral clearance and SGPT SGOT level എന്ന് പറയുന്നത് between 50 to 200 ആയിരിക്കും. The most common scoring system, അത് ഇമ്പോർട്ടൻ്റ് ആണ്, used in the hepatitis C virus infection is the METAVIR system. METAVIR system ആണ് യൂസ് ചെയ്യുന്നത്. The next is hepatitis D virus infection ആണ്. അതിൽ അങ്ങനെ ഒത്തിരി ഹെപ്പറ്റൈറ്റിസ് ഡിയിലും ഇയിലും അങ്ങനെ ഒത്തിരി പോയിന്റ്സ് ഒന്നും പറയാനില്ല. രണ്ടും RNA വൈറസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഡിയിൽ ഇതിനെതിരെയുള്ള ആന്റിബോഡി പോസിറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് കാണപ്പെടുന്നു, അത്രേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ നമ്മൾ കുറെ വൈറസസ് നമ്മൾ പഠിച്ചു, കുറെ RNA വൈറസസും പഠിച്ചു, കുറെ DNA വൈറസസും പഠിച്ചു. ഈ RNA വൈറസസ് ഏതൊക്കെയാണ്, DNA വൈറസസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ പേരുകൾ ജസ്റ്റ് ഇവിടെ പറയാം. RNA വൈറസസ് ഏറ്റവും കൂടുതൽ വൈറസസിനും RNA ആണ് ഉള്ളത്. DNA ഉള്ളത് വളരെ കുറച്ച് വൈറസസിന് മാത്രമേ DNA, കുറച്ച് വൈറസ് ഫാമിലീസിന് മാത്രമേ DNA ഉള്ളൂ. ബാക്കി ഏറെക്കുറെ വൈറസസുകൾക്കും RNA ആണ്. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ പറയാ, വൈറസ് ഫാമിലിയിൽ ഏറ്റവും കൂടുതലും RNA ആണ് ഉള്ളതെന്ന് പറഞ്ഞതുകൊണ്ട് ഏത് ഫാമിലിയാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് RNA ആണെന്നുള്ളത് പറയരുത്. DNA ഉള്ളതും ഉണ്ട്. അത് ഏതൊക്കെയാണ്, അത് DNA മാത്രം പഠിച്ചാൽ മതിയാവും, ബാക്കിയുള്ളതെല്ലാം RNA തന്നെയായിരിക്കും. RNA വൈറസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് റിയോ വൈറസസ്, പിക്കോർണ വൈറസസ്, ടോഗ വൈറസ്, ഓർത്തോമിക്സോ വൈറസ്, റാബിഡോ വൈറസ്, റിട്രോ വൈറസ്, പാരാമിക്സോ വൈറസ്, അതുപോലെ തന്നെ ഫിലോ വൈറസസ്, എറൈന വൈറസസ്, ഗുണ്യ വൈറസസ്, ഡെൽറ്റ വൈറസ്, അതുപോലെ തന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് കൊറോണ വൈറസ്. ഈ കൊറോണ വൈറസും ഒരു RNA വൈറസ് ആണ്.
ഇതിന്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അടുത്ത ഗ്രൂപ്പിൽ ഇടാം ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ ജസ്റ്റ് പേര് മാത്രമേ പറയുന്നുള്ളൂ. DNA വൈറസസ് എന്ന് പറയുന്നത് അഡിനോ വൈറസസ് DNA വൈറസ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഹെപ്സ് വൈറസസ് എല്ലാം DNA വൈറസ് ആണ്. പോക്സ് വൈറസസ് എല്ലാം DNA വൈറസ് ആണ്. പാർവോ വൈറസസും DNA വൈറസസ് ആണ്. പിന്നെ ഹെപ്പാറ്റിനോ വൈറസ് എന്ന് പറയുന്ന വൈറസ് ഇതും DNA വൈറസ്. അപ്പൊ DNA വൈറസ് വളരെ കുറച്ചേ ഉള്ളൂ. അഡിനോ വൈറസസ്, ഹെപ്സ് വൈറസസ്, പോക്സ് വൈറസസ്, പാർവോ വൈറസസ്, ഹെപ്പാറ്റിനോ വൈറസസ്. ഓക്കെ, RNA വൈറസസ് ഏതൊക്കെയാണ്? റിയോ വൈറസ്, പിക്കോർണ വൈറസ്, ടോഗ വൈറസ്, ഓർത്തോമിക്സോ വൈറസ്, റാബിഡോ വൈറസ്, റിട്രോ വൈറസ്, പാരാമിക്സോ വൈറസ്, അതുപോലെ തന്നെ ഫിലോ വൈറസ്, അറീന വൈറസ്, ഗുണ്യ വൈറസ്, ഡെൽറ്റ വൈറസ് ആൻഡ് കൊറോണ വൈറസ്. ഇതില് റാബിഡോ വൈറസ് ബാക്കി എല്ലാത്തിനും RNA വൈറസസിലേക്ക് വരുമ്പോൾ ഏറെക്കുറെ എല്ലാത്തിനും സെറിക്കൽ ഷേപ്പാണുള്ളത്. ബുള്ളറ്റ് ഷേപ്പിൽ കാണപ്പെടുന്നതാണ് റാബിഡോ വൈറസ്. റാബിഡോ വൈറസസ് എല്ലാം ബുള്ളറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള വൈറസസ് ആണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പൊ 4:30 ആയി. ഇനി 4:30 ആകാറായി. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻസ് ഒന്നും കൂടി പറയണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, താങ്ക് യു. ഹലോ, താങ്ക് യു ഡോക്ടർ ദൃശ്യ ഹരി. ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് മാക്സിമം ഒരു ഡിസ്കഷൻ വേണമെങ്കിൽ ആകാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം, നമ്മള് ചിക്കൻ ബോക്സ് പറഞ്ഞപ്പോ ചിക്കൻ ബോക്സും സ്മാൾ പോക്സും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞപ്പോ ക്രോപ്പിംഗ് ഇല്ല, ക്രോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് പറഞ്ഞത്. ക്രോപ്പിംഗ് എന്നല്ലേ ആ വാക്ക്? ഞാൻ ക്രോപ്പിംഗ് എന്നാ പറഞ്ഞ. അതായത് ചിക്കൻ ബോക്സ് എപ്പോഴും വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്യൂ ഡ്രോപ്സ് ആയിട്ട് കയ്യിൽ നോക്കിക്കഴിഞ്ഞാല് ഡ്യൂ ഡ്രോപ്പ് അപ്പിയറൻസിലായിരിക്കും കാണപ്പെടുന്നത്. അതാണ് ക്രോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്തടുത്ത് ഇങ്ങനെ കുരുക്കൾ പോലെ കാണപ്പെടുന്നത്. പക്ഷെ സ്മാൾ പോക്സ് അങ്ങനെയല്ല കാണപ്പെടുന്നത്. വളരെ ഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും സ്മാൾ പോക്സ് കാണപ്പെടുന്നത്. അതാണ് ആ ക്രോപ്പിംഗ് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. ഒരു ഫ്ലിയോമോർഫിസം എന്ന് പറഞ്ഞൊരു ടേം ഉപയോഗിക്കാറുണ്ടായിരുന്നു ചിക്കൻ ബോക്സിൽ. ക്രോപ്സ് ആയിട്ട് കാണുമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ക്രോപ്സ് ആയിട്ട് കാണുന്നതുണ്ട്. ഓക്കെ, ഈ ഫ്ലിയോമോർഫിസം എന്നൊരു ടേം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ അത്? ചിക്കൻ ബോക്സിൽ ഫ്ലിയോമോർഫിസം എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഫ്ലിയോമോർഫിസം എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. സർ, ഹലോ സർ. പ്ലിയോമോർഫിസം എന്ന് പറഞ്ഞാല് ഒരേ സമയത്ത് തന്നെ പല സ്റ്റേജിലുള്ള ഇറപ്ഷൻസ് ഉണ്ടാകും. വെസിക്കുലാറും പസ്റ്റുലാറും വെസിക്കുലാർ, മാക്കുലാർ, വെസിക്കുലാർ, പസ്റ്റുലാർ, ആ ടൈപ്പ് എല്ലാ ഇറപ്ഷൻസും ഒരേ ടൈമിന് ആകുന്നതിനെയാണ് ഫ്ലിയോമോർഫിസം എന്ന് പറയുന്നത്. ചിക്കൻ ബോക്സിൽ അത് ഉണ്ടാകാറുണ്ട്. ചിക്കൻ ബോക്സിലുണ്ട്. പിന്നെ സെൻട്രിപിറ്റൽ അറേഞ്ച്മെന്റ് ആണ് ചിക്കൻ ബോക്സിന്റെ. അതൊന്ന് തിരിഞ്ഞു പോകാതെ പഠിച്ചോണം. സെൻട്രിപിറ്റൽ ആണ് ചിക്കൻ ബോക്സിന്. സ്മോൾ ബോക്സിൽ വരുമ്പോൾ സെൻട്രിഫ്യൂഗൽ ആണ്. ഓക്കെ, അതുപോലെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു പോയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിത് ആദ്യം കേട്ടപ്പോൾ ഒരു ക്രോപ്പിംഗ് എന്തുവാണെന്ന് എനിക്ക് ശരിക്കും അന്നേരം മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വേറെ എന്തെങ്കിലും? ലാസ്റ്റ് പറഞ്ഞ ടേബിൾ ഒന്നും കൂടെ ഒന്ന് പറയുമോ ഡോക്ടർ? ഏതാണ്? നമ്മള് ഇൻഫെക്ഷസ് ആണോ അല്ലേ എന്നുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ലാസ്റ്റ് ടേബിൾ. പറയാം. ഓക്കെ, ഈ ടേബിൾ ആണോ ഉദ്ദേശിച്ചത്? നെക്സ്റ്റ് ടേബിൾ. ഈ ടേബിൾ ആണോ? അതെ. ഈ ടേബിൾ വന്നിട്ട് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് ഇവിടെ നടത്തുന്നത്. അതായത് നമ്മൾ ഹെപ്പറ്റൈറ്റിസിൽ ജനറലി നമ്മൾ ചെയ്യാറുള്ള ടെസ്റ്റുകളാണ് HBS AG, ആന്റി HBC IgM, അതുപോലെ ആന്റി HBC IgG,
ആൻഡ് ആന്റി HBS. ഈ ഇത്രയും ടെസ്റ്റുകൾ മെയിൻലി നമ്മൾ ചെയ്യുന്നതാണ് ആന്റി HBS AG എന്ന് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ ടെസ്റ്റുകൾ ഏതൊക്കെ സ്റ്റേജസിൽ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷന്റെ ഏതൊക്കെ സ്റ്റേജുകളിൽ പോസിറ്റീവ് ആകും, ഏതൊക്കെ സ്റ്റേജുകളിൽ നെഗറ്റീവ് ആകും എന്നുള്ളതാണ് ഈ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. HBS AG എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ പീരീഡിലും അതുപോലെ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിന്റെ ആദ്യത്തെ ഒരു സിംറ്റംസ് ഒക്കെ അപ്പിയർ ചെയ്യുന്ന ഫസ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് അതിന്റെ ലേറ്റ് ഇൻക്യുബേഷൻ പീരീഡിന് മുമ്പുള്ള സ്റ്റേജ്, ആ സ്റ്റേജിലൊക്കെ ആയിരിക്കും HBS AG പോസിറ്റീവ് ആയിട്ട് കാണപ്പെടുന്നത്. ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് പോയി കഴിയുമ്പോഴും ഇത് നെഗറ്റീവ് ആയിട്ട്, അതായത് അതിന്റെ കൺവാലസെൻസ് എന്ന് പറയുന്നത് അതാണ് 3 to 6 months 6 to 9 months എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാം. ഇത് ഈ ഇൻഫെക്ഷൻ വന്നിട്ട് പോയി ഏകദേശം ഒരു 9 മാസക്കാലത്തോളം ഇത് പിന്നെ നെഗറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് കാണപ്പെടും. പോസ്റ്റ് ഇൻഫെക്ഷനിലും നെഗറ്റീവ് ആയിട്ടായിരിക്കും. ഇമ്മ്യൂണൈസേഷൻ ഇല്ലെങ്കിൽ പോലും, ഇൻഫെക്ഷൻ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ HBS AG നെഗറ്റീവ് ആയിട്ട് ആയിരിക്കും കാണുന്നത്. അപ്പം അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിൽ പോസിറ്റീവ് ആയിട്ട് കാണുന്നത് ഓൺലി ഇൻക്യുബേഷൻ പീരീഡിലും അതുപോലെ തന്നെ അതിന്റെ ഒരു എയർലി ആയിട്ടുള്ള പീരീഡിലും മാത്രമാണെന്ന് ആണ് ഈ ഒരു ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്, ഈ ടേബിൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആന്റി HBC IgM എന്ന് പറയുമ്പോൾ ആന്റി HBC എന്ന് പറയുന്നത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി കോർ, HBC എന്ന് പറയുന്ന സി എന്ന് ഉദ്ദേശിക്കുന്ന കോർ എന്നാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കോർ ആന്റിബോഡി, അതാണ് ആന്റി HBC എന്ന് പറയുന്നത്. സോ ഈ ആന്റിബോഡി നമ്മൾ IgM ആന്റിബോഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് നമ്മൾ ആന്റി HBC IgM എന്ന് പറയുന്നത്. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ ആണ് സൂചിപ്പിക്കുന്നതെന്ന് സാരം. അത് എപ്പോഴൊക്കെയാണ് ആന്റി HBC IgM ഇൻക്യുബേഷൻ പീരീഡിലും അതുപോലെ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിന്റെ എയർലി പീരീഡിലുമായിരിക്കും പോസിറ്റീവ് ആയിരിക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് IgG ആന്റി HBC IgG നെഗറ്റീവ് ആയിരിക്കും. അതായത് ആന്റി HBC IgM പോസിറ്റീവ് ആകുന്ന ഇൻക്യുബേഷൻ പീരീഡിൽ പോസിറ്റീവ് ആയിരിക്കുമല്ലോ, ആ സമയത്ത് ആന്റി HBC IG നെഗറ്റീവ് ആയിരിക്കും. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിന്റെ എയർലി പീരീഡിലും നെഗറ്റീവ് ആയിരിക്കും. കുറച്ചൊന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്ന സമയത്ത് അത് പോസിറ്റീവ് ആകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആന്റി HBS, അത് ഹെപ്പറ്റൈറ്റിസ് ബി ആന്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി. ആ ആന്റിബോഡി ഈ പറഞ്ഞ ഇൻക്യുബേഷൻ പീരീഡിലും ഈ പറഞ്ഞ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിന്റെ എയർലി പീരീഡിലും ഒക്കെ നെഗറ്റീവ് ആയിരിക്കും. പോസ്റ്റ് ഇൻഫെക്ഷനിൽ ചിലപ്പോ ഒന്ന് പോസിറ്റീവ് ആയേക്കാം. ഇമ്മ്യൂണൈസേഷൻ വിത്തൗട്ട് ഇൻഫെക്ഷൻ ആണെങ്കിലും അത് പോസിറ്റീവ് ആയി, അതായത് ഇൻഫെക്ഷൻ വന്ന ഒരാൾ അയാൾക്ക് ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടില്ലെങ്കിലും ഈ ആന്റി HBS പോസിറ്റീവ് ആയിട്ട് കാണിച്ചേക്കാം. ഇത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിന്റെ ആണ്. പക്ഷെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസും അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്രോണിക് ആണോ അക്യൂട്ട് ആണോ എന്നുള്ളത് നമ്മൾ മെയിൻലി മനസ്സിലാക്കുന്നത് ഈ വ്യത്യാസങ്ങൾ വെച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഡോക്ടറെ, സംശയം ചോദിച്ച ആൾക്കാർ ക്ലിയർ ആയോ? ഈ ഫീക്കൽ ഓറൽ റൂട്ടിൽ സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ? ഹെപ്പറ്റൈറ്റിസ് എ, HAV, എയും പിന്നെ എ മാത്രമല്ല എയും ഇയും അല്ലേ? അതെ അതെ. ആരും എന്താ ഒന്നും പറയാത്ത? എ ആൻഡ് ഇ ആണ് ഫീക്കൽ ഓറൽ റൂട്ടില്. മറ്റേത് ബാക്കിയെല്ലാം മോഡ് ഓഫ് സ്പ്രെഡ് എന്തുവാണ്? എല്ലാരും പോയോ? എയും ഇ ഒഴിച്ച് ബാക്കി ഏതെല്ലാം? ബാക്കിയെല്ലാം എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? പാരന്റൽ റൂട്ട് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അറിയത്തില്ല. ഈ പറഞ്ഞത് തന്നെയാണ്, ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓർ ത്രൂ നീഡിൽ ഇൻഫെക്ഷൻ.
ബോഡി ഫ്ലൂയിഡ്സിലൂടെ പകരുന്നതാണ് ബാക്കിയെല്ലാം. ആണോ? ഇടയ്ക്ക് ആരോ ഈ പാരന്റൽ റൂട്ട് എന്ന് പറഞ്ഞു, ശരിയാണോ? അതോ ഫീക്കോ ഓറൽ റൂട്ടാണ്. ഫീക്കോ ഓറൽ റൂട്ട് തന്നെയാണോ? സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ എ മുതൽ ജി വരെ ഉള്ളതിൽ ഏതാ ഒരു ആൽഫബറ്റ് മിസ്സിംഗ് ആയിട്ടുള്ള ഏതാ? എ ബി സി ഡി ഇ ജി. എഫ് എന്ന് പറയുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ഇല്ല, അറിയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ആരും ഇല്ലേ? ഇതൊന്നും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. ഉണ്ട് സർ, കേൾക്കുന്നുണ്ട്. എ ടു ജി ആണ് ഹെപ്പറ്റൈറ്റിസ്. എ മുതൽ ജി വരെ ഉണ്ട്. അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരെണ്ണം എഫ് ആണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? അപ്പൊ എ ടു ജി അതിനകത്ത് എഫ് ഇല്ല. എ ബി സി ഡി ഇ എൻ ജി. എഫ് എന്ന് പറഞ്ഞ നോമൻക്ലേച്ചർ കൊടുത്തിരുന്നു, പിന്നീടാണ് അത് മനസ്സിലായത് ഡി തന്നെയാണെന്ന്. ഡിയുടെ ഒരു വെറൈറ്റി ആയിരുന്നു, അതുകൊണ്ട് അത് ആ നോമൻക്ലേച്ചർ ഒഴിവാക്കിയിട്ടാണ് ജി വന്നത്. ഇയുടെ കാര്യത്തിൽ ആരോ ഒരു സംശയം പറഞ്ഞിരുന്നു, മെസ്സേജ് മറ്റോ കണ്ടു. ആർക്കെങ്കിലും ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാമോ? അതോ ഈ പാരന്റൽ റൂട്ട് ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആരാണ് മെസ്സേജ് ഇട്ടെ? ഭവിത ഡോക്ടറെ, അങ്ങനെ തോന്നിയോ? ഇല്ല, ഡൗട്ട് ഒന്നുമില്ല. എ ആൻഡ് ഇ ആണ്. എ ആൻഡ് ഇ ആണെന്ന് പറയാൻ കാര്യം നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു 92-ലോ 94-ലോ അവിടെ 2 മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ്, ഹോമിയോ അല്ല, മറ്റേ അലോപ്പതി മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടേഴ്സ് മരിച്ചത് എയും ഇയും കൂടെ കമ്പൈൻഡ് ആയിട്ട് വന്നു എന്നാണ് അന്ന് കേട്ടത്. അതുകൊണ്ടാണ് ഡെത്ത് ഉണ്ടായത്. അത് മീനച്ചിൽ ആറ്റിലെ കണ്ടാമിനേറ്റഡ് വെള്ളം അവിടുത്തെ തട്ടുകടകളിൽ, ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിലെ ഹോട്ടലുകളിൽ ഉപയോഗിച്ച് അത് വഴിയാണ് അത് വന്നത്. അതിൽ നിന്നാണ് ഞാൻ ഈ എ ആൻഡ് ഇ എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. എന്തായാലും സംശയമുള്ളവരൊന്ന് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തോളൂ. എ ആൻഡ് ഇ ഫീക്കോ ഓറൽ റൂട്ടാണ്, ബാക്കിയെല്ലാം പാരന്റൽ റൂട്ടും. പിന്നെ വേറെന്തെങ്കിലും? ഞാൻ ആ അവസാന ഹെപ്പറ്റൈറ്റിസ് ആണ് കുറച്ച് കേട്ടത്. ആദ്യം ചിക്കൻ ബോക്സും കേട്ടു, ബാക്കി അതുകൊണ്ടാണ് ഞാൻ ബാക്കിയൊന്നും പറയാത്തത്. വേറെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോളൂ. ഒരു 10 മിനിറ്റ് കൂടെ സമയം തരാം. 4:45-ന്. അതെ, ഡോക്ടർ ദൃശ്യ ഹരി പറഞ്ഞിരിക്കുന്നു ഫീക്കോ ഓറൽ റൂട്ട് എ ആൻഡ് ഇ. സംശയമൊന്നുമില്ല, എനിക്ക് അക്കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല. ഡോക്ടർ ഭവിത അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചതേ ഉള്ളൂ. വേറെന്തെങ്കിലും? ദൃശ്യ ഡോക്ടറെ, വൈറസ് കംപ്ലീറ്റ് ചെയ്തോ? വൈറൽ ഡിസീസസ് കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല സാർ, ഇനിയുണ്ട്. ഇനി തീരുന്നില്ല. അത് കുറേശ്ശെ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. കുറേ ഉണ്ട്, വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്. അത് DNA വൈറസും ലിസ്റ്റ് ചെയ്തിടാമെന്ന് പറഞ്ഞു. നിങ്ങൾ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് ഓരോ നിങ്ങളുടെ വീടിന്റെ 2 ഭാഗത്ത് അല്ലെങ്കിൽ റൂമിന്റെ 2 ഭാഗത്ത് RNA നിങ്ങളുടെ റൈറ്റ് സൈഡിലും DNA നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും ഒട്ടിച്ചു വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിസ്റ്റ് മറക്കില്ല. ഒരു ലിസ്റ്റ് DNA വൈറസിന്റെ ഒരു ലിസ്റ്റും RNA വൈറസിന്റെ ഒരു ലിസ്റ്റും പ്രത്യേകിച്ച്. ഇല്ലെങ്കിൽ പിന്നെ ദൃശ്യ ഡോക്ടർ പറഞ്ഞതുപോലെ കുറച്ചുള്ള DNA വൈറസ് മാത്രം പഠിക്കുക, ബാക്കിയുള്ളതെല്ലാം RNA വൈറസ് ആണെന്ന് ഓർക്കുക. അപ്പോൾ അതും എളുപ്പമായിരിക്കും. എന്തായാലും അത് തിരിഞ്ഞു പോകരുത്. ഇടയ്ക്ക് വേണമെങ്കിൽ ഏതെങ്കിലും, ഇപ്പൊ കൊറോണ വൈറസ് ബിലോങ്സ് ടു DNA വൈറസ് ഇല്ലെങ്കിൽ RNA വൈറസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ എല്ലാവർക്കും നന്ദി. ദൃശ്യ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി. ദൃശ്യ ഡോക്ടർക്ക് അല്പം സ്പീഡ് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരല്പം കൂടെ നിർത്തി പറയുന്നത് നന്നായിരിക്കും തോന്നുന്നു.
ഏതായാലും ഇന്നിനി മെറ്റീരിയൽ ഡിസ്കഷൻ ഉണ്ട്. ഡോക്ടർ ദീപയ്ക്ക് ഇന്ന് വേറെ തിരക്കുണ്ടെന്ന് പറയുന്ന കേട്ടു. ഓർഗനോൺ 6 മുതൽ 10 വരെയുള്ള അഫോർത്തംസ് എന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാം ഉഷാറായിട്ട് പോകട്ടെ. നമുക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച മുതൽ നമുക്ക് കൃത്യമായിട്ടൊരു കലണ്ടർ, നേരത്തെ തന്നെ ഒരു വീക്കിലെ കലണ്ടർ തയ്യാറാക്കി അല്ലെങ്കിൽ ടൈം ടേബിൾ തയ്യാറാക്കി അതുമായി പോകാം. ഈ ഒരാഴ്ച കൂടെ ഇങ്ങനെ പ്രോഗ്രാംസ് വരുന്ന രീതിയിൽ പ്ലാനിങ് അപ്പോഴപ്പോഴിട്ടിട്ട് നമുക്ക് പോകാം. എന്താ? ഓക്കെ. അപ്പൊ വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ല എന്ന് വിശ്വസിക്കട്ടോ? അവസാനിപ്പിച്ചേക്കട്ടോ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ IFPHന്റെ സൂം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. IFPHന്റെ 800-ാം ദിന സെലിബ്രേഷൻ ആണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് അമേരിക്കയിൽ നിന്നും സൈബീരിയ, പാകിസ്ഥാൻ, അതുപോലെയുള്ള 8 വിദേശ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സെഷൻ ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ 7 മണി തൊട്ട് 9 മണി വരെയാണ് ഇംഗ്ലീഷ് സെഷൻ. തിരുവനന്തപുരം ഹോമിയോ കോളേജിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ജോസ് ഐസക് സാറ് മോഡറേറ്റ് ചെയ്യുന്ന സെഷനാണ്. കോഴിക്കോട് ഹോമിയോ കോളേജിലെ മുൻ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ അബ്ദുൾ ലത്തീഫ്, മറ്റൊരു പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ഇസ്മയിൽ സേഡ് സാർ, സെൻട്രൽ റിസർച്ച് കോട്ടയത്തെ ഡയറക്ടറായിരുന്ന ഡോക്ടർ TNS കുറുപ്പ്, ഡോക്ടർ ശ്രീധരക്കുറുപ്പ്, അതുപോലുള്ള ഒരുപാട് പേർ പങ്കെടുക്കുന്ന ഒരു ഇംഗ്ലീഷ് സെഷനും 9 മണി മുതൽ 1.5 മണിക്കൂർ ഒരു മലയാളം സെഷനും ഉണ്ട്. മലയാളം സെഷനിൽ പ്രശസ്ത സാഹിത്യകാരന്മാർ കിളിരൂർ രാധാകൃഷ്ണൻ, പ്രശസ്ത ഗായിക ശ്രീ MG ശിവകുമാറിൻ്റെയൊക്കെ സഹോദരി ഡോക്ടർ ഓമനക്കുട്ടി, അതുപോലെയുള്ള പ്രശസ്തരായ വ്യക്തികൾ പങ്കെടുക്കുന്ന മലയാളം സെഷനും ഉണ്ട്. 800 ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ്. എല്ലാവരും താല്പര്യമുള്ളവർക്ക് ആവശ്യപ്പെട്ടാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. ഏതായാലും നമ്മുടെ പ്രോഗ്രാംസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.